മഹത്വമുള്ള നാമത്തിന് സ്തോത്രം. ഈ പകലും അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് മുഖവരകളിലേക്ക് ഇനി പോകുന്നില്ല. വായിച്ച വചനത്തെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. അതിനെ ആധാരമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ വേദശകലമാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേല് മിസ്രയീം പുറപ്പെട്ട ഇവരെ കനാനിലേക്ക് പ്രയാണം ചെയ്യുന്ന ഭാഗമാണ്. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ചെന്ന. എന്നാൽ ശരിക്ക് പഠിച്ചാൽ 49 ഇടങ്ങളിൽ പാളയം അടിച്ചു. 7 പാളയം ഏതാന്ന് ചോദിച്ചാൽ പുതിയതല്ല, അടിച്ചെടുത്ത് തന്നെ വീണ്ടും കൊണ്ട് ദൈവം അടിപ്പിച്ചു. നമ്മുടെ ആത്മീക ജീവിതത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാൻ പറയാറുണ്ട്, മിക്കവരുടെയും ആത്മീക ജീവിതം പണ്ട് ഏണിയും പാമ്പും കളിക്കും പോലെ. നിങ്ങളെ കളിച്ചിട്ടില്ലെങ്കിലും കളി ചിലർക്കറിയാം. ഏണിയും പാമ്പും 1, 2, 3 അക്ക വിട്ടാന്നല്ലോ കളം. ചില അക്കത്ത് വരുമ്പം ഏണിയുടെ ചുവട് ഭാഗം അവിടെ, ചില അക്കത്ത് ചെല്ലുമ്പം പാമ്പിന്റെ വായ. അപ്പൊ കട്ട കുലുക്കി നോക്കിയപ്പം 2 തെളിഞ്ഞു. അപ്പൊ 1, 2 ഏണിയുടെ ചുവട്ടിൽ ചെന്ന് ഏണിയെ കൊണ്ട് നേരെ കയറിയ 30 വന്നു. ഒറ്റയടിക്ക് 30. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നേരെ 30 കയറി. പിന്നെ 2 കുലുക്കി കൂത്ത് കഴിഞ്ഞ് അടിച്ചപ്പം 3 തെളിഞ്ഞത്. ഉടനെ 1, 2, 3 പാമ്പിന്റെ വായിൽ നേരെ 1 വന്നു. ആ കളി കണ്ടിട്ടില്ലേ? ഇപ്പോഴത്തെ നോട്ടോ ഇരുമ്പം കണ്ടിട്ട് മിക്കത് 1 വന്ന് നിൽക്കുക. 30 കയറിയതാ. അതിന് സഭയിലെ ഉപവാസ പ്രാർത്ഥനയാ. 3, 7, 21 ഏണിയും പാമ്പും കളിക്കുക. അപ്പോൾ ഇവര് ഈ 40 വർഷം യാത്ര ചെയ്ത് ഏതാണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ചു. മിസ്രയീമിലെ റമസേസിൽ തുടങ്ങിയത്. റമസേസ്, സുക്കോത്ത്, പീതാര്, ഏതാര്, ചെങ്കടല്, അക്കരെ കയറി ഷൂറ്, മാറ, എലിയമ, അർണോന്, പാറാൻ അതിന്റെ ചരിവ്, അർണോൻ ചരിവിന്റെ തെക്കേ വശം, പിന്നെ തിരിച്ച് സീൻ മരുഭൂമി, പിന്നെ പാറാൻ മരുഭൂമി. ഇങ്ങനെ ഇവരെ കറക്കുകയായിട്ട്. അപ്പൊ ഇങ്ങനെ ഇവര് യാത്ര ചെയ്തു വന്ന സന്ദർഭത്തിൽ ഇവരുടെ പ്രയാണവേളയിൽ പ്രാരംഭ സമയങ്ങളിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ 17-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അനേക വിഷയങ്ങളുണ്ടെങ്കിൽ പ്രധാനമായ ഒരു വിഷയം. ആ പ്രധാനമായ വിഷയം മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. അമാല്യക്കും ആയിട്ടുള്ള യുദ്ധം. ഇത് ചെറിയ യുദ്ധമല്ല, ഒരു വലിയ യുദ്ധമാണ്. ഇസ്രായേല് മിസ്രയീം പുറപ്പെട്ടു. കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. അത് പുതിയ നിയമത്തിന്റെ ഉപദേശം അനുസരിച്ച് പഠിക്കുമ്പോൾ രക്ഷാനിർണയത്തെ കാണിക്കുന്നു. നമ്മുടെ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അപ്പോൾ അത് രക്ഷാനിർണയത്തെ കാണിക്കുന്നു. രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ മിസ്രയീമിൽ പിന്നെയും കറങ്ങി നിന്നില്ല. അവര് മിസ്രയീം വിട്ടു. അങ്ങനെ അവര് മിസ്രയീം വിട്ട് നമുക്കറിയാം, നിങ്ങൾക്കറിയാം, യാത്ര ചെയ്ത് ചെങ്കടൽ തീരത്ത് വന്ന് നിൽക്കുക. മുൻപിലെ ചെങ്കടൽ, 2 വശവും പർവ്വതം, പിറകിലെ വലിയ ശബ്ദം കേൾക്കാം. ഇസ്രായേല് തലപൊക്കി നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം വരുന്നു.
വെറുതെ അല്ല വരുന്നത്, സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 600 ഇരുമ്പ് രഥങ്ങൾ, പിന്നെ വേറെ കുതിരയും കുതിരപ്പടയും തേരും തേരാളികളും വേറെ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നശിപ്പിക്കാനായി വരുന്നത്. വെറുതെ വരികയല്ല. വരുമ്പം പറയുന്ന കാര്യം 15:9 വായിച്ച് എന്തുവാ പറയുന്നത് നമുക്കറിയാം. 15:9 ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ഇത് പറഞ്ഞോണ്ടായി വരുന്നത്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും, ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും. ഇതൊക്കെ പറഞ്ഞായി പുറകെ വരുന്നു. അപ്പൊ ഇതിന്റെ നടുവിൽ ദൈവമക്കൾ അലക്ഷ്യരായിട്ടും ഉദാസീനതയോടൊന്നും യാത്ര ചെയ്യരുത്. മനസ്സിലായല്ലോ? ഉഴപ്പി തല്ലരുതെന്നായി പറഞ്ഞത്. നിന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, പിന്തുടരുന്നുണ്ട്, നിന്നെ പിടിക്കും, കൊള്ള പങ്കിടും, ആശ പൂർത്തീകരിക്കും, വാളൂരും, വെട്ടും. ഇതൊക്കെ പറഞ്ഞ ഈ പുറകെ വരുന്നത്. ഇപ്പൊ പിന്നെ അവര് പുറകെ വരുന്നില്ല, നമ്മൾ അവരുടെ പുറകെ വരുന്നത്. അവർക്ക് കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഇവര് പിന്നാലെ ഇസ്രായേലിനെ വകവരുത്തുവാൻ വരിക. നിങ്ങൾക്കറിയാം, ചെങ്കടൽ തീരത്ത് വന്നു. ഏതാണ്ട് 75-100 അടി കനത്തിലായി വെള്ളം കിടക്കുന്ന. ഇവര് മറുകര കിടക്കേണ്ട ആ ഭാഗത്ത് വെള്ളത്തിന്റെ അടിക്കനക്ക ഏറ്റവും കുറഞ്ഞ ഭാഗത്ത് 75 അടിക്കനം, കൂടുതൽ 100 അടിക്കനം വെള്ളം കിടക്കുക. എങ്ങനെ മറുകര കിടക്കും? ഇവരാകെ ഭാരപ്പെടുക മാത്രമല്ല, ഇവര് പിന്നെ പിറുപിറുത്തു. മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ചോദ്യമൊക്കെ ചോദിച്ചു. പിന്നെ ചോദ്യവും ഉത്തരവും ഈ അവിശ്വാസത്തിന്റെ വാക്കായി പറയാൻ. വിശ്വാസത്തിന്റെ ഒരു വാക്കും അവിശ്വാസത്തിന്റെ ഒന്ന് ചാകുമെന്നുള്ളത് ഉറപ്പായി, 2 ഷാജ് പിടിക്കുമെന്നുള്ളതും ഉറപ്പായി, 3 അടക്കം എങ്ങനെ ആയിരിക്കും, നല്ല അടക്കം കിട്ടുമെന്ന് തോന്നുന്നു ഇല്ല, 4 അവിടെ ആയിരുന്നേ നേരും ചൊവ്വനും അടക്കായിരുന്നു. ഇതൊക്കെയായി അകത്തിരിക്കുന്നത്. അല്ല, ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ല. നമ്മളും ഈ കുത്തിയിരിക്കുന്നെങ്കിലും വലിയ വിശ്വാസമൊന്നും ഇല്ല. പിന്നെ ചൂടും പിടിച്ച് വന്ന് കുത്തിയിരിക്കുന്നല്ലോ, അത് വലിയ കാര്യമാണ്. പേരേ ഉള്ളു, വിശ്വാസമില്ല. തൊടുപുഴേന്ന് ഇടുക്കിക്ക് പോകുമ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, 6ന്റെ കരയില് പാലാറ്, ഒരു തുള്ളി പാല് പോലും ഇല്ല. നമ്മുടെ വീടുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് ബദേല്. അനുഭവമൊന്നും അവിടെ ഇല്ല, വെറുതെ എഴുതി വെച്ചിരിക്കുന്നേ ഉള്ളൂ. പീസ് കോട്ടേജ് എന്നും തെറിയും അടിയ, വഴിയെ പോലും ആർക്കും നടക്കാൻ ഒക്കുന്നില്ല. മതിലേലും ഗേറ്റിൽ എഴുതി വെച്ച പീസ് കോട്ടേജ്. ഇവർക്ക് ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. മാമകബലം സ്തുതിയായ ബന്ധാൻ യഹോവ, മാമകബലം സ്തുതിയായ ബന്ധാൻ യഹോവ, മാമക ആയ ബന്ധാൻ യഹോവ, ആയവൻ എനിക്കുള്ള രക്ഷയും ദൈവവുമാം, ആകയാൽ അവനൊരു വാസസ്ഥലം ചമയ്പൻ, ആ പിതൃദേവനവൻ ഞാനവനെ പുകഴ്ത്തി പാടും, പരമനു പരിചോട് ഞാൻ വരും, അവനു സതതം ജയ പാടും, പരമനു പരിചോട് ഞാൻ. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും, ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും, ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും, വിദ്രുതമപകൃതം പത്രം
നീച്ചൻ വാളാൽ നിഗ്രഹിക്കും അവരെ പാടും പരമനു പരിചോട് ഞാൻ വരുമവനു സതതം ജയം പാടും പരമനു പരിചോട് ഞാൻ. അപ്പൊ ശത്രു വരുന്നത് പിടിക്കും പിന്തുടരും കൊള്ള പങ്കിടും എന്ന് പറഞ്ഞ ഇവർക്ക് ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ടാ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു യുദ്ധങ്ങളോട് മിണ്ടാതിരിക്കാൻ പറയാം. ഈ വിശ്വാസവും പ്രത്യാശയും ഇല്ലാത്തവൻ അധികം മിണ്ടാതിരിക്കുന്നതാ. അങ്ങനെയുള്ളവനെ കമ്മിറ്റിയിലും എടുക്കരുത്, അവൻ പ്രശ്നം ഉണ്ടാക്കും. വിശ്വാസമില്ല, പ്രത്യാശയില്ല, ദൈവമായിട്ട് ഇവൻ കമ്മിറ്റി നമ്മൾ പറയാം നമുക്കൊരു കൺവെൻഷൻ നടത്തും. ഇപ്പം നടത്തിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടോ? നമുക്കൊരു കൺവെൻഷൻ, ഒരു യോഗം, ആൾക്കാർ വരുമെന്ന് ഈ ചൂടും പിടിച്ച് ആര് വന്ന് നമുക്ക് ഓപ്പൺ സ്റ്റേജ്, മിക്കവാറും മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. ഇവന് വിശ്വാസമില്ലെന്ന് വെറുതെ ഇതിനകത്ത് കയറി പാത്തിരിക്കുക. സ്തോത്രം. നമുക്ക് നടത്തിയാൽ ചെലവാണെന്ന് ഇതാരാ ഇതിൻ്റെയൊക്കെ പുറകെ ഉണ്ടോ? എന്നിട്ടെല്ലാം ഭംഗിയാകുമ്പോൾ മുഴുത്ത വാട്ടി വിട്ടുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഉണ്ടോ? വിശ്വാസമൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, പൊതുവിലുള്ള കാര്യം. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കൂടെ ചേർത്തായി പറയാൻ. സ്തോത്രം. നീ ദൈവത്തിൽ വിശ്വസിക്കേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ വിശ്വാസമില്ലാത്തവർ അധികം മിണ്ടാതിരിക്കുന്നതാ. അതാ മോശയോട് ദൈവം പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറയാം. മോശ പറഞ്ഞു മിണ്ടാതിരിക്കും, നാവടക്ക്, നിന്റെ പൊന്നും കൊടുത്ത നാവ് തുറക്കാതിരിക്കുന്നതാ നല്ലത്. മിണ്ടാതിരിക്കും. ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിക്കേ, ദൈവം അത്ഭുതം ചെയ്യും. ശത്രുവിന്റെ കയ്യിൽ നിന്നെ ദൈവം കൊടുക്കത്തില്ല. വൈരിയുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഈ തിരുവചനം പഠിപ്പിക്കുന്നത് തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. യഹോവ നിന്നെ ചുറ്റി പരിപാലിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും. മാത്രമല്ല പാറമേ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. മോശയോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരിക്കാൻ പറയാം. ഈ അവിശ്വാസം പറയുന്നവരുമായിട്ട് കൂടുതൽ ചങ്ങാത്തത്തിന് പോകാതിരിക്കുന്നതാ. അവരെ കാണാൻ പിണങ്ങൊന്നും വേണ്ട. സ്തോത്രം. സൗഖ്യം ആന്നേ അത്ര പിന്നെ പിന്നെ നിൽക്കരുത് അവിടെ. അതൊക്കെ ആന്നേന്ന് പറഞ്ഞേച്ച് പിന്നെ പിന്നെ നെല്ലിക്കാ ചാക്കന്നെ കുത്തടിക്കും പോലെ അവിശ്വാസം പറയും. ഈ ഇവര് ചെങ്കടൽ തീരത്ത് വന്ന് നിൽക്കുക. മുൻപ് ചെങ്കടൽ, ഇരുവശവും പർവ്വതം, പുറകെ ഫറവോന്റെ സൈന്യം. ദൈവത്തിന്റെ പദ്ധതി ചെങ്കടല് വായും പിളർന്നാ നിൽക്കുന്നത് ഇവരെ വിഴുങ്ങാൻ. കാരണം യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യഹോവ മിസ്രയീം കടലിന്റെ നാവിന്. അപ്പൊ അതൊരു ശക്തിയാ, ഒരു വ്യക്തി പ്രഭാവമാ. മിസ്രയീം കടലിന്റെ നാവ്, അപ്പൊ ഒരു വ്യക്തിയെ കാണിക്കുന്നതാ. ഈ ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ ധാരാളം ദൈവങ്ങളുണ്ട്. വാര്യര് പണ്ട് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ, മൂർത്തി 3 കോടി ദേവന്മാരുമിന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി. 33 കോടി ദൈവങ്ങളെന്നാ. മൂർത്തി 3 കോടി ദേവന്മാരുമിന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി. മാർത്താണ്ഡാഖ്യയായിരിക്കും പ്രത്യക്ഷ ദേവതയുടെ മാഹാത്മ്യമോർത്തിട്ടു മനസ്സുരുകിയിടുന്നു. അപ്പം 33 കോടി ദൈവങ്ങൾ എന്ന അവിടെ ഒരു പ്രയോഗം. ഓരോന്നിനും ഓരോ ദൈവങ്ങളാ. ഈ വായുവിന് ഒരു ദൈവമുണ്ട്, വായു ഭഗവാൻ. അഗ്നിക്ക് ഒരു ദൈവമുണ്ട്, അനലൻ. അങ്ങനെ പഠിക്കുമ്പം ഈ വെള്ളം അതിനൊരു ദൈവമുണ്ട്, അത് വരുണൻ. അത് ആ വരുണ ഭഗവാൻ എന്നൊക്കെ അവർ പറയും. പണ്ട് വരുണനെ ഒരാള് ഇരുന്ന് തടഞ്ഞു. സ്കൂളിൽ പഠിച്ചതാ പണ്ട്.
കാർത്തികവീര്യാർജുനൻ. നിങ്ങളിപ്പോ ചിന്തിക്കുക ഇയാള് പുരാണകഥ പഠിപ്പിക്കാൻ വന്നതാണോ എന്നായിരിക്കും. അല്ല. അപ്പൊ അങ്ങനെ വെള്ളങ്ങൾക്കൊരു അധിപനുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. അനന്തരം ജലാധിപതിയായ ഒരു ദൂതനെ ഞാൻ കണ്ടെന്ന. വെളിപ്പാടിൽ അങ്ങനെ. അനന്തരം ജലാധിപതിയായ ഒരു ദൂതൻ. അപ്പൊ ഇതിനൊരു അധിപതിയുണ്ട്. അതുകൊണ്ട് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഒരു ശക്തിയായത് വ്യക്തിയാ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ യാത്ര ചെയ്തു വരുമ്പോൾ ഈ ശക്തി വിഴുങ്ങാൻ നിൽക്കുക. ചെങ്കടല് പുറകില് ഫറവോനും സൈന്യവും വരുന്നു. ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും. എൻ്റെ ഭാഷ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞ മുമ്പിലെ കടല്, പുറകെ ചെകുത്താൻ. അതാ പഴയ ആൾക്കാർ പറഞ്ഞത്. എൻ്റെ ബേയിച്ച ഞാൻ കുറെ നാളായിട്ട് ചെകുത്താനും, അതിവിടുന്ന് കിട്ടിയ പഴഞ്ചൊല്ല. ചെകുത്താൻ പുറകെ വരുന്നു, കടല്. വല്ലാത്ത പ്രതിസന്ധി. ദൈവം തമ്പുരാൻ ഒരു പദ്ധതി ചെയ്തു. ദൈവം ഒരു ദൂതനെ ഇഞ്ഞ് വിളിച്ചു. ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ താഴോട്ട് ചെന്ന് ആ വായും പിളർന്ന് നിൽക്കുന്ന ചെങ്കടലുണ്ടല്ലോ, ഒരൊറ്റ അടി കൊടുക്കാൻ പറഞ്ഞു. ഒറ്റ അടി. കാരണം വീണ്ടെടുക്കപ്പെട്ടവരെ എനിക്ക് മറകര എത്തിക്കണം. ആ വായും പിളർന്ന് നിൽക്കുന്നവനിട്ട് ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു. ഈ ദൈവത്തിന്റെ രഥങ്ങൾ കോടി കോടി ആയിരം ആയിരമാ. ഇഷ്ടംപോലെ ദൂതന്മാരാ, കോടിക്കണക്കിനാ. നമ്മള് പണ്ടൊരു പാട്ട് പാടില്ലേ, കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും, കോടി കോടി ദൂതരുമായി. മതിയേ വെറുതെ. അപ്പോൾ കോടി കോടി ദൂതന്മാര് നമ്മളെ പോലെ ഇങ്ങനെ ഒന്നും അല്ല ഇരിക്കുന്നത്. തൂങ്ങിച്ചത്ത പോലൊന്നും അല്ല. എനിക്ക് തോന്നുന്നു മിക്കവരും രാവിലെ കട്ടൻ കപ്പയാ കടിച്ചെന്നാ തോന്നുന്നു, ഒരു ചെറിയ മാന്നതയൊക്കെ. ദൂതന്മാരെ ലൂക്കോസ് എഴുതിയിരിക്കുന്നത് ശക്തിയും ബലവുമേറിയ ദൂതന്മാരെന്നാണ്. ഒരു ദൂതൻ വന്ന ഒറ്റയടി 1,85,000. ഈ ടൈപ്പ് ദൂതന്മാരാ. വേറൊരു ദൂതൻ തന്നത് ഒറ്റയടി, അന്നേരം കൃമിക്കരയായി. ഈ ടൈപ്പ് ദൂതന്മാരാ നമുക്ക് കാവലും. അപ്പൊ ഇങ്ങനെ ദൂതന്മാരെ നിൽക്കുക. ആ ദൈവം ഒരു ദൂതനെ ഇങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു, വായും പിളർന്നു നിൽക്കുന്നവന്. ദൂതൻ അങ്ങോട്ട് വന്ന് ആ വായും പിളർന്നു നിൽക്കുന്ന ചെങ്കടലിനെ ഒരൊറ്റ അടി അടിച്ചു. ഒറ്റ അടി അടിച്ചപ്പോൾ ചെങ്കടല് 2 7 കൈവഴിയായി. 2 ആരാ പറഞ്ഞു? ഏഴ് കൈവഴിയായെന്ന ഒരു വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 13:15 ഒന്ന് വായിച്ചേ. 11 വായിച്ചേ. ഞാൻ യഹോവ മിസ്രയീം കടലിന്റെ നാവിന് വായിച്ചേ. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കി. അങ്ങനെ കടത്തി. ഈ വായും പിളർന്നു നിന്ന് വൈരിക ദൂതൻ വന്നൊരു ഒറ്റയ്ക്ക് ഉഷ്ണക്കാറ്റെന്ന ഉഷ്ണക്കാറ്റോട് കൂടി നദിയുടെ മേൽ കൈ ഓങ്ങി അതിനെ അടിച്ചെന്ന. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിയാലയെ തന്റെ കാറ്റ്. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ ഒരു ദൂതൻ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ വാ വളർന്ന് നിൽക്കുന്നവനോട് ഒറ്റ അടി അടിക്കാൻ പറഞ്ഞു. ദൂതൻ വന്ന് ഒറ്റ അടി, എന്റെ ഭാഷ പറഞ്ഞ പുറം കൈക്ക് ഒരടി അടിച്ചപ്പോ 7 കൈവഴിയായിട്ട് വാ വളർന്നവനെ അടിച്ച് 7 കൈവഴിയായി ചെതറിച്ച് ചെരുപ്പ് നനയാതെ മറുകര കയറി. നല്ല ഉണങ്ങിയ നിലം. നമ്മള് പണ്ട്, ഇപ്പൊ അങ്ങനത്തെ പാട്ടൊന്നും അധികം പാടുന്നില്ല. പണ്ടൊരു വരി ഉണ്ടായിരുന്നു, തുവർനിലമാക്കിയെന്ന. ചെങ്കടൽ പിളർന്നു നല്ല തുവർനില, ശങ്കയന്യെ താൻ ജനത്തെ നടത്തിയോനെ. ചെങ്കടൽ പിളർന്നു നല്ല മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് കടന്നു പോകുവാൻ ദൈവം അത്ഭുതത്തിന്റെ വഴിയൊരുക്കി. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ പുത്തൻ വഴികൾ തുറന്ന് ഇവരെ ദൈവം മറുകര കയറ്റി. തുവർനില വന്ന എന്ന് പറഞ്ഞാൽ എല്ലാം ഉണങ്ങി. ഇവര് പോയപ്പം പൂഴി പറന്നെന്ന, പൂഴി പറക്കുക അതുപോലെ ഉണക്കി. ഈ പൂഴി പറക്കാനും ഉണക്കാനും കാര്യം, ചെറുതായിട്ടൊന്ന് വറ്റിച്ച വിടുന്നെങ്കിൽ ഇവര് യാത്ര ചെയ്ത് ചെങ്കടലിന്റെ നടുഭാഗത്ത് വരുമ്പോൾ മണ്ണിന് മയം ഉണ്ടെങ്കിൽ ഇവര് പറയും, ചാക്കോച്ച നമുക്ക് അക്കരയ്ക്ക് പോകണ്ട, നമുക്ക് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുന്നതാ നല്ലത്. അതിനാ ഇത് നല്ല മണ്ണാ, പശപ്പുള്ളതാന്നാ, നമുക്ക് ചവിട്ടി കുഴച്ച് കാരണം നേരത്തെ കുഴയായിരുന്നല്ലോ, അവിടെ നിന്നപ്പോഴും കുഴയായിരുന്നു. അപ്പൊ ഇതും നല്ല മയമുള്ള മണ്ണാണ്, നമുക്ക് നന്നായിട്ട് ഇവിടെ നിന്നങ്ങ് കുഴയ്ക്കാം. ദൈവത്തിന് അറിയാം. യോമാരിത് ഇടയ്ക്ക് നിന്ന് കുഴയ്ക്ക് വന്ന് യോഗ വന്നതിൽ ഇടയ്ക്ക് യോമാര് കുഴയ്ക്കും. സഭായോഗത്തിന് ഇടയ്ക്ക് ഇവര് സാക്ഷിക്ക് എഴുന്നേറ്റ് ഇത് കുഴയ്ക്കും. നിങ്ങളെ ഞാൻ കൺവെൻഷനൊക്കെ പോകുമ്പോൾ ചിലരോട് പറയും, ചിലർക്ക് ലാസ്റ്റ് ദിവസം വിളിക്കുമ്പോൾ ഞാൻ പറയും, ജോർജ് കുട്ടി നന്ദി വാചകവും സ്വോത്രം കാഴ്ച എല്ലാം അങ്ങ് എടുത്ത് തീർത്തേക്കാൻ പറയും. ഇല്ലെങ്കിൽ ഇത് നമ്മളൊരു ശുശ്രൂഷ ചെയ്ത് ഒടുവിലൊരു പാട്ടുമൊക്കെ പാടി ഒരു ആത്മീക അന്തരീക്ഷത്തിലാണ് ഇത് നിർത്തേണ്ടത്. ഇത് കഴിയുമ്പം നന്ദി വാചകത്തിന് ഒരുത്തം കയറി വരും, ബെടലയായിരിക്കും കയറി വരുന്നത്. അതെ, ആ അന്തരീക്ഷം മുഴുവൻ കെടുത്തി. കുറെ പേര് എഴുന്നേറ്റ് പോയി, കുറെ പേര് കുഴഞ്ഞു, പിന്നെ കുറെ പേർക്ക് പോകാനൊക്കത്തില്ല. കാരണം എഴുന്നേറ്റ് പോയാൽ നടത്തിപ്പുകാരൻ നോട്ട് ചെയ്യും. അവരിരുന്ന് വിഷമിച്ച് ഈ പുള്ളി ഇത് മുഴുവനിട്ട് അന്തരീക്ഷം കുഴച്ച് വല്ലാതാക്കി കളയും. അതുകൊണ്ട് ഞാൻ ഒടുവിലത്തെ ദിവസങ്ങളിലൊക്കെ എന്നെ വിളിക്കുന്നിടത്ത് പറയും, പ്രസംഗത്തിന് മുമ്പ് സ്വോത്ര കാഴ്ച കൊണ്ടാണ് നന്ദി പറയുന്നെങ്കിൽ അതെ. പിന്നെ ഞങ്ങളുടെ ഇവിടെ യോഗ നമുക്ക് ഞാൻ നന്ദി ഒന്നും പറയേണ്ട കാര്യമില്ല. വിളിച്ച കർത്തൃദാസന്മാർക്ക് നന്ദി. എന്തിനു നന്ദി? നമ്മളെ ഏൽപ്പിച്ച കാര്യമായത്. വിളിക്കുന്നിടത്തും അയക്കുന്നിടത്ത് പോയി ശുശ്രൂഷിക്കണം. ഇതിനു വേണ്ട നന്ദി. നമ്മളെല്ലാവരും ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്, ഇല്ലേ? ചെല്ലി പറയാനുണ്ട്, കർത്താവിൻ്റെ ദാസനെ ഇരിക്കാൻ നേരമില്ലായിരുന്നു, അപ്പൊ അങ്ങനെ അപ്പിടി ഇപ്പിടി വന്നതിനൊത്തിരി നല്ലതാ. പക്ഷേ വന്നവനും നിന്നവനും എല്ലാം ദൈവത്തിന് നന്ദി പറയണം, അതല്ലേ? പാട്ടുകാർക്ക് നന്ദി. എന്തിനവർക്ക് നന്ദി? അവർക്ക് കാശ് കൊടുക്കുന്നതല്ലേ. അവര് ഇങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്. ഈ കുന്തവും കോടാലിയും വരയ്ക്കാത്ത ചുമ്മാ ഇരിക്കുകയായിരുന്നു, അന്നേരം എടുത്തോണ്ട് പാടാ കൊട്ടാന്ന് പറഞ്ഞ്, അല്ലേ? അല്ല, ഞാൻ തമാശ. ജോസും ടീമും നിങ്ങൾക്ക് നന്ദി പറയണം പോകുന്നതിന് മുന്നേ. ഞങ്ങള് പ്രോഗ്രാം ഒന്നും ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾ വിളിച്ചതിന് നന്ദി. ഞാനും ദൈവത്തിന് നന്ദി പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നന്ദി പറയണം, ഇല്ലേ? ദൈവത്തിന് നന്ദി പറഞ്ഞാൽ എന്നെ ഈ തൃശ്ശൂർ പട്ടിക്കാട് 2 ദിവസം കൊണ്ടുവന്ന് സ്റ്റേജ് വല്ല ഒരുക്കി തന്നതിന് നിങ്ങൾക്ക് നന്ദി. അല്ല, നിങ്ങൾ എനിക്കല്ല നന്ദി പറയണ്ട. മൈക്ക് സെറ്റുകാർക്ക് നന്ദി. ഇതെല്ലാം കൂടെ ചുമ്മാ വരയ്ക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുക. അന്നേരം അത് ഇവിടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്ത് അല്ലേ, ഇതെല്ലാം പോവുകയല്ലേ. അപ്പം മോനും അവർക്ക് നന്ദി പറയണം, വേണ്ടേ? നമ്മളെല്ലാവരും ദൈവത്തിന് നന്ദി പറയണം. ഞങ്ങളുടെ ചെല്ലി പറയാനുണ്ട്, ഞങ്ങളുടെ സഭയിലെ സഹോദരന്മാർ നന്നായിട്ട് കഷ്ടപ്പെട്ടു. സഹോദരി നമ്മളെ ഏൽപ്പിച്ച കാര്യമല്ലേ. പിന്നെ തൃശ്ശൂർ അമ്പലത്തിൽ നിന്ന് പൂജാരി വന്ന് ചെയ്യുമോ ഇത്? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല.
വടക്കനാഥ ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിയാണോ വന്ന് ഇത് ചെയ്യണ്ടേ? അല്ല, ഇത് നമ്മൾ തന്നെ ചെയ്യണം. എന്റെ ഭാഷയെ പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നില്ല. നമ്മളാരും നന്നായിട്ട് ആരാ കുറ്റരോഗി പറഞ്ഞത് വലിയ സദ്വർത്തമാന ദിവസമാണ്. നമ്മൾ മിണ്ടാതിരിക്കുക, നമുക്ക് കുറ്റം വരും. സ്തോത്രം. എനിക്ക് ഇതിനോടൊന്നും അങ്ങനെ വലിയ, നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാം ആദ്യം ദൈവത്തിന് അങ്ങ് നന്ദി പറയണം. പിന്നെ ഒരു കൺവെൻഷന് വിളിച്ചാൽ നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. എന്നെ വിളിച്ചല്ലോ, നന്ദി. അവരെ വിളിച്ചില്ലേ, അവരും നിങ്ങൾക്ക് നന്ദി. നിങ്ങളെല്ലാം ദൈവത്തിന് നന്ദി. ഇത് ചിലയിടത്ത് ചെന്ന് ചുമ്മാ അങ്ങ് സ്തോത്രം ഭക്ഷണം ഉണ്ടാക്കിയ മേരിക്ക് ഭക്ഷണം ഉണ്ടാക്കാതെ പിന്നെ എന്നാ വിഗ്രഹം ഉണ്ടാക്കണോ? ഇത് നമ്മളെ ഏൽപ്പിച്ച കാര്യമല്ലേ? ഏൽപ്പിച്ച കാര്യം നമ്മൾ കൃത്യം അന്ത്യകാലം പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, മുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും ദൈവത്തിന് നന്ദി പറയണം. നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നില്ല, നമ്മൾ കുറ്റക്കാരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമായി എല്ലാവരും ഒന്നും യോജിക്കില്ല. അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം അങ്ങ് പോലീസുകാർക്ക് നന്ദി. പോലീസുകാർക്ക് നന്ദി എന്തിനാ? നമ്മൾ ചെല്ലാൻ എഴുതി കൊടുത്തതല്ലേ, കാശ് അടച്ചല്ലേ. ഇപ്പൊ എത്ര രൂപയാ എടുത്തില്ലേ? കൊടുത്തല്ലേ, പിന്നെ എന്തിനാ നന്ദി? എടാ, അവരവിടെ ഇരിക്കുന്നത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരാനാ. അത് നോക്കി മറ്റവർക്കും ചെയ്തു കൊടുക്കുന്നില്ലേ? അവരുടെ അത്ര നമ്മളെല്ലാ പോസ്റ്റേലും മൈക്ക് വെക്കുന്നില്ലല്ലോ. മറ്റവർ ചെറുത് എല്ലാ പോസ്റ്റേലും വെക്കുക ഇല്ലേ? അല്ല, നമുക്ക് താല്പര്യമില്ലല്ലോ ആൾക്കാർ കേൾക്കണമെന്ന്. നമ്മൾ തന്നെ കേൾക്കണമെന്ന് വലിയ താല്പര്യം. നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാ പോസ്റ്റേലും ചെറിയ ബോക്സ് കേട്ടിട്ടില്ലേ? 1-2 കിലോമീറ്റർ ചെന്നാലും കേൾക്കാം. ഈയിടെ ഞങ്ങളുടെ അവിടെ നിന്ന് യാത്ര ചെയ്ത് കുമ്പനാട്ടോട്ട് പോകാൻ നമ്മുടെ കൺവെൻഷന്. അപ്പോൾ കവിയൂർ അമ്പലത്തില് അവിടെ അവരുടെ ഉത്സവമാണ്. ഒരു 2-3 കിലോമീറ്റർ ദൂരത്തിൽ പോസ്റ്റലെല്ലാം കെട്ടിവെച്ചിരിക്കുക. അവിടെ പറയുന്ന എല്ലാം നാട്ടുകാർ മൊത്തം, നാട്ടുകാർക്കാർക്കും പ്രശ്നവുമില്ല, പഠിക്കുന്ന വിഷയം പറയുന്നില്ല, ബഹളമാണെന്നും ഒന്നുമില്ല. നമ്മൾ ആ റോഡിലോട്ട് ഒരെണ്ണം വെച്ചാൽ മതി. നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് റോഡിലോട്ട് വെച്ചാൽ ഉടനെ അല്ലേ? പിന്നെ ഇതിന് ഇവർക്ക് എന്തിനും വേണ്ട നന്ദി പറയാന്? ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആലിലെ വിറയ്ക്കുന്നത് പോലെ ഒന്ന് വിറയ്ക്കുക. അതിനായി തെക്കും പൊക്കും നോക്ക് നന്ദി പറയാന്. എല്ലാവരും ദൈവത്തിന് നന്ദി പറ. സ്തോത്രം, സ്തോത്രം. പന്തലും സ്റ്റേജ് വിട്ടവർക്ക് നന്ദി. ഈ കാലും കോലും എല്ലാം ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നോ അല്ലേ? അപ്പൊ അത് കൊണ്ടുവന്ന് ഇടാൻ അവസരം ഒരുക്കി അവർക്ക് ദൈവത്തിന് നന്ദി പറയിച്ച് അവർക്ക് നന്ദി പറയണം. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ എന്നെ പൊട്ടം കളിക്കുകയാണോ? എല്ലാവരും ദൈവത്തിന് നന്ദി പറ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തുവർനിലം ഒരുക്കി ദൈവം ഇവരെ മറകര കയറ്റി. ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോയില്ല. അക്കരെ കയറിയ ദൈവമക്കൾ പുറകോട്ട് നോക്കിയപ്പോൾ പിന്നാലെ പാഞ്ഞു വന്ന് ഒന്നിനെയും കാണാനില്ല. ഇവര് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ സഹോദരന്മാരെല്ലാം കൂടെ പാട്ട് പാടാൻ തുടങ്ങി. പുറപ്പാട് 15-ന്റെ 1 മുതൽ പുറപ്പാട് 15-ന്റെ 19 വരെ സഹോദരന്മാരെല്ലാം കൂടെ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. 20-ാമത്തെ വാക്യം വന്നപ്പോൾ മിരിയാം തപ്പെടുത്ത് സഹോദരിമാർക്ക് ഉണർവുണ്ടായി. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് ദൈവത്തെ തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരെല്ലാവരും കൂടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി. നിരവധി പാട്ട് പാടി ഇവർ ദൈവത്തെ സ്തുതിച്ചു. അതാണ് പുറപ്പാട് 15. എത്ര പാട്ട് പാടിയെന്നോ എത്ര നേരം പാടിയെന്നോ എഴുതിയിട്ടില്ല. അനേക പാട്ട് പാടി കാണും.
അനേക സമയമെടുത്ത് പാടി കാണും. പാടാൻ കാരണം 13-ാം സങ്കീർത്തനം 6 യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. അനവധി പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് പാട്ട് പാടി, എൻ്റെ ഭാഷ പറഞ്ഞാൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ബലപ്പെട്ട ഇവര് പിന്നെ എത്തിയത് ഈ ശൂർ മരുഭൂമിയില. വായിച്ചേ പുറപ്പാട് 15:22 മുതലുള്ള തിരുവെടുത്തുകൾ. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ട്. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവയും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. ശ്രദ്ധിക്കുക, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ പുറപ്പാട് 15-22 വരെ ഇവര് പാട്ട് പാടി അനവധി ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമി വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറായി മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറപ്പെടുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. അവിടെ വെച്ച് അവർക്ക് ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 27-ാമത്തെ വാക്യത്തിൽ പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവിടെ അവർ വെള്ളത്തിനിടയ്ക്ക് പാളയമിറങ്ങി. ഇതിനകത്ത് 1-2 പാഠം. ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് സുഖകരമായ ജീവിതമല്ല പ്രശ്നത്തിലോട്ട് വരിക. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച പ്രശ്നമെല്ലാം തീർന്നെന്ന് കരുതരുത്. പിന്നെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നിന്നെ ജയത്തോടെ നടത്തും. അതാ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹിമ. നമ്മള് ചിലരോട് സുവിശേഷം പറയും അമ്മ അങ്ങ് മുങ്ങിയാ മതി, എല്ലാ പ്രശ്നവും. ചുമ്മാ വെടലത്തരം ഒന്നും വിളിച്ച് പറയരുത്. അവര് മുങ്ങും അന്ന് മുതൽ പ്രശ്നവുമായിരിക്കും. എന്നിട്ട് അവര് പറയും മോളി പറഞ്ഞിട്ടാ ഞാൻ മുങ്ങിയത്, അന്ന് മുതൽ പ്രശ്നമാ, മേലി ഈ കോളുമായിട്ട് ഇങ്ങോട്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചാൽ പ്രശ്നം തീരുകയല്ല, പ്രശ്നങ്ങൾ പിന്നെയും രൂക്ഷമാകും. പക്ഷെ നീ തകർന്നു പോകത്തില്ല, തളർന്നു പോകരുത്. നിന്നെ ദൈവം കൈവിടത്തില്ല. ചെങ്കടലിൽ പ്രയാണം ചെയ്യിച്ച് ഇവർ ശൂർ മരുഭൂമിയിൽ വന്നെന്ന 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. ഇങ്ങനെ ചിന്തിച്ചു, വെള്ളത്തിന് ഇടയെ കൂടെ ഇവര് മറകര കയറിയത്. കാരണം 2 വശവും വെള്ളം മതിലായിട്ട് നിന്നെന്ന അല്ലേ, വെള്ളം അങ്ങനെ മറകര കയറിയവർ ഇപ്പം വെള്ളമില്ലാത്തടത്ത്. ഇതൊക്കെ ക്രിസ്തീയതയിൽ വന്ന് സംഭവിക്കാം. 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. 3-ാമത്തെ ദിനം വെള്ളമുള്ളൊരു സ്ഥലത്ത് വന്നു. തൊണ്ട വരണ്ട് ഉണങ്ങിയവര് ഓടിച്ചെന്ന് ആർത്തിയോടെ വെള്ളം കോരി വായിലേക്ക് ഒഴിച്ചു. പക്ഷെ അകത്തോട്ട് ഇറക്കാൻ മേല, കയ്പ. നമ്മുടെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങൾ വരും, ധാരാളം സംഭവിക്കും. പക്ഷെ ആ കയ്പേറിയ മാറുകളുടെ അനുഭവങ്ങൾ വരുമ്പോൾ പിറുപിറുക്കരുത്, ക്ഷീണിക്കരുത്, പതറിപ്പോകരുത്, പിന്മാറിപ്പോകരുത്. നീ ദൈവത്തിൽ ആശ വെച്ച് നിന്നോണം. എന്ന് പറഞ്ഞാൽ നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ കയ്പേറിയ വെള്ളം വായിലോട്ട് ഒഴിച്ച് അകത്തോട്ട് ഇറക്കാൻ മേല, പുറത്തോട്ട് തുപ്പി. കയ്പ് വെള്ളം വായി പോയാൽ പിന്നെ ചെയ്യേണ്ട കാര്യം നല്ല വെള്ളം ഒഴിച്ച് കുലുക്കി ഒഴിക്കണം. അതിന് നല്ല വെള്ളമില്ല, പിന്നെയും കയ്പാ. അങ്ങനെയാണ് ഊറി വരുന്ന ഉമിനീരൂടെ കഴിച്ച് നിൽക്കുക. അങ്ങനെയൊക്കെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നവർ കാണാം. ഉമിനീര് വരെ കഴിച്ചു നിൽക്കുന്നവർ കാണാം.
പക്ഷെ ഇതിന്റെ നടുവിൽ ഇവര് വല്ലാതെ കണ്ട് പിറുപിറുത്ത് പ്രശ്നമായപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അതൊരു ദർശനമാണ്. ഒരു വൃക്ഷം മോശയ്ക്ക് ദൈവം കാണിച്ചു. അവൻ ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ഈ മാറയിൽ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ മാറ മധുരിച്ചു. ഒരു കാര്യം പറയാം, എന്നും കൊന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ഈ മാറയിലേക്ക് ഇട്ടപ്പോൾ മാറ മധുരിച്ചു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാം. ഏത് വൃക്ഷത്തെയും പച്ചയ്ക്ക് പച്ചയെ വെട്ടിയാൽ അതിനൊരു കറ കാണും. അങ്ങനെയെങ്കിൽ മോശ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ഈ മാറയിലേക്ക് ഇട്ടപ്പോൾ, എൻ്റെ ചിന്തയും കൂടെ ചേർത്ത് പറയുക, ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി, വൃക്ഷത്തിന്റെ കറ ഈ മാറയിലേക്ക് ലയിച്ചപ്പോൾ അത് മധുരമുള്ളതായി. ഈ വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവാകുന്ന വൃക്ഷം. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട്. അപ്പോൾ നല്ല വൃക്ഷമാകുന്ന ക്രിസ്തുവേശു. വേദപുസ്തകത്തിൽ മനുഷ്യരെ വൃക്ഷങ്ങളോട് ഉപമിച്ചിട്ടുണ്ടല്ലോ. യോസേപ്പ് ഫലപ്രദമായ സ്തോത്രം, വൃക്ഷങ്ങളെല്ലാം കൂടെ പണ്ട് രാജാവിനെ അന്വേഷിക്കാൻ പോയല്ലോ, സ്തോത്രം. അപ്പൊ അതെല്ലാം വ്യക്തികളെ കാണിക്കുന്ന സംഭവങ്ങളുണ്ട്. ഈ വൃക്ഷം യേശു ക്രിസ്തുവാകുന്ന വൃക്ഷം. അങ്ങനെയെങ്കിൽ 33 തിരുവയസ്സിൽ നല്ല വൃക്ഷമാകുന്ന യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ വെട്ടുകിട്ടപ്പോൾ അവിടുത്തെ തായ്തടിയാകുന്ന ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയാകുന്ന രക്തം എന്റെയും നിങ്ങളുടെയും പ്രശ്നമാകുന്ന മാറയിലേക്ക് ലയിച്ചപ്പോൾ ആ മാറ മധുരിച്ചു. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കുന്നതിനെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തം നിന്റെ പാപത്തെ മോചിക്കുന്ന രക്തം. യേശുവിന്റെ രക്തം നിന്റെ രോഗത്തിന് സവിക്കം തരുന്ന രക്തം. യേശുവിന്റെ രക്തം നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന രക്തം. ഇന്ന് പകൽ ഏതേലും വിഷയത്തിൽ കൈപ്പോടെ ഭാരത്തോടെ കടന്നു വന്ന ദൈവ പൈതലേ, നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, മടുക്കരുത്. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ മാറയെ മധുരിപ്പിക്കും. ഹല്ലേലൂയ. ആ വൃക്ഷത്തിന്റെ കറ മാറയിലേക്ക് ലയിച്ചതുപോലെ യേശു ക്രിസ്തുവാകുന്ന നല്ല വൃക്ഷത്തിലെ കറയാകുന്ന രക്തം നമ്മുടെ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലയിച്ചപ്പോൾ അത് മധുരമുള്ളതായി. ഇന്ന് പകൽ മനോവേദനയോടെ കൈപ്പോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ദൂരത്തിരുന്ന് കേൾക്കുന്നെങ്കിൽ, നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിരാശയോടായിരിക്കും വന്നത്, പക്ഷെ അങ്ങനെ തിരിച്ചു വിടത്തില്ല. രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിച്ച് നിന്റെ വിലാപത്തെ നൃത്തമാക്കി അവന് വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട നൽകി. പ്രൈസ് ദി ലോർഡ്. നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മുടെ മാറയെ മധുരിപ്പിക്കുന്ന ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാറായുണ്ടി മരുവതിൽ സാരമില്ല, മാറായിനാഥനമേശു. മാറായുണ്ടി മരുവതിൽ സാരമില്ല, മാറായി നാഥനമേശു. മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറാമധുരമാക്കിടും, മാറാമധുരമാക്കിടും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നമ്മുടെ മാറയെ മധുരിപ്പിക്കുന്ന ദൈവശക്തിയാ. എന്നും കുന്നും കഴിച്ചിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ഇങ്ങനെ പറയും, നീ എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മധുരിപ്പിക്കും. നീ ഏത് വിഷയത്തിൽ കഴിച്ചോ ആ വിഷയത്തിൽ ദൈവം നിന്നെ മധുരിപ്പിക്കും. നിന്നെ ആരെല്ലാം കഴിപ്പിച്ചോ അവരിൽ കൂടി എല്ലാം ദൈവം നിന്നെ മധുരിപ്പിക്കും. പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നും വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, നമ്മൾ മറുപടിക്ക് ഒന്നും പോകണ്ട, എതിര് പറയാനും പോകണ്ട, ഒട്ടക്കൊണ്ടാക്കാനും പോകണ്ട, കേസിനും പോകണ്ട, കോടതിക്കും പോകണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി, മുട്ടയിലിരുന്നോണം, ദൈവസന്നിധിയിൽ ഇരിക്കണം. സ്തോത്രം. ആരോടും ഒന്നും പറയാനും
ഓ, പറഞ്ഞിട്ട് തന്നെ ഇത്ര വിചാരം. പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യം നിനക്ക്. ഇവൻ ചെന്ന് വേറെ ആൾ പറയും, പുള്ളി എന്നോട് എല്ലാം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ 1-2 മണിക്കൂറോളം പിന്നെ എല്ലാം പറഞ്ഞു. പിന്നെ മറ്റേ പുള്ളി എന്നാ പറഞ്ഞു, അത് ഞാൻ പറയത്തില്ല. ഓ, എന്നാലും നമ്മൾ തമ്മിലുള്ള ഇരിപ്പനുസരിച്ച് എന്തിനീ മെനകേടിനെല്ലാം പോകുന്നു? നീ ആരോടും ഒന്നും പറയണ്ട. നീ ആരുമില്ലാത്തവൻ വീട്ടിൽ ഇരുന്ന് ദൈവത്തോടെല്ലാം പറയണം. ദൈവത്തിനെല്ലാം അറിയാം, എന്നാലും നീ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മാറയെ മതിരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്നും കുന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് മതിരിപ്പിക്കും. ഏതിൽ കഴിച്ചോ ആ വിഷയത്തിൽ മതിരിപ്പിക്കും. നിന്നെ ആരെല്ലാം കഴിപ്പിച്ചോ അവരിൽ കൂടിയൊക്കെ ദൈവം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കറിയാം, ഈ ചേട്ടന്മാരെല്ലാം കൂടെ ആ യോസേപ്പിനെ കഴിപ്പിച്ചേ അല്ലേ? വെളിയിൽ നിന്നുള്ള ആൾക്കാരല്ല, അകത്തുള്ളവർ തന്നെ. ഈ BJP RSS ഒന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പെന്തിക്കോസാ. യോ, അവരങ്ങനെ ഇവർ അതവിടെ നിൽക്കേ. ആദ്യം സഭയ്ക്കകത്തുള്ളവൻ ഐക്യപ്പെട്. ഇതിനകത്തുള്ളവൻ ആദ്യം ഐക്യപ്പെടണ്ടേ? ഒരുത്തൻ 5 വർഷവും ഒരുത്തൻ 5 വർഷവും. ആദ്യം ഇതിനകത്തുള്ളവൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേ, എന്നിട്ടില്ലേ പിന്നെ പുറത്തെ കാര്യം. സ്തോത്രം, സ്തോത്രം. ഈ ചേട്ടന്മാര് തന്നെ യോസേപ്പിനെ കഴിപ്പിച്ചത്. യോസേപ്പിനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നു. ഒരുത്തൻ പറഞ്ഞ് കണ്ടിച്ചേക്കാൻ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞ് കണ്ടിക്കണ്ട. ഒരുത്തൻ പറഞ്ഞു തട്ടിയേക്കാൻ പറഞ്ഞു. ഓ, തട്ടണ്ട. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, അവിടെ തട്ടാൻ നിൽക്ക് കയ്യിൽ ഏതാണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം യോസേപ്പ് അടുത്ത് വന്നപ്പോൾ യോസേപ്പിന്റെ കയ്യിൽ ഭക്ഷണ സാധനങ്ങളാ, അപ്പം കൊടുത്തു വിട്ടതാ. ചേട്ടന്മാരെല്ലാം ഷേഗേമിൽ പോയി ആടിനെ തീറ്റിക്കാൻ. അപ്പന് വെപ്രാളമായി. ഇവര് ഷേഗേമിൽ പോയത് കൊണ്ട്. ഇവര് മൊബൈലൊന്നും ഇല്ലല്ലോ ഇന്നത്തെ പോലെ. മൊബൈലൊന്നും ഇന്നിപ്പോ ഇത് നല്ലതും ആ ദോഷവുമായി. ഇപ്പം സ്റ്റേജിൽ ഇരുന്ന് തന്നെ മൊബൈൽ ചെയ്യുന്ന പാസ്റ്റർമാരുണ്ട്. ഉണ്ട്, ധാരാളം പേരുണ്ട്. കാലും വെച്ച് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഇവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് വിശേഷം? കുഴപ്പമില്ല. എന്താ വന്നു? നമ്മൾ സ്റ്റേജിലിരുന്ന് ഒരു മൊബൈൽ സംസാരിച്ചാൽ വിശ്വാസി ഫ്രണ്ട് ഇരുന്ന് 3 മൊബൈൽ സംസാരിക്കും. ഒക്കെ നിങ്ങൾക്ക് നിന്റെ ഫോട്ടോയും കൂടെ എടുക്കും. വിശ്വാസിയെ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സ്തോത്രം. അന്ന് മൊബൈൽ സംവിധാനം ഒന്നുമില്ലല്ലോ. അപ്പൊ ഒരുത്തൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യുക, കയ്യിൽ ഏതാണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കൊടുത്തു വിട്ടതാ. കാരണം ഇവര് ഷേഗേമിലോട്ടാ പോയത്. അപ്പന് വെപ്രാളമായി ഷേഗേമിൽ പോയത് കൊണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ പണ്ട് ഷേഗേം പൗരന്മാരുമായിട്ട് ഉടക്കുണ്ടാക്കിയതാ പെങ്ങടെ വിഷയത്തിൽ. ശിമിയോനും ലേവിയും കൂടെ വാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ഷേഗേം പൗരന്മാരെ വെട്ടിക്കൊന്നു. അതെല്ലാം കഴിഞ്ഞ വെച്ച് പയ്യെ ഇപ്പൊ ആടിനെ തീറ്റാൻ അങ്ങോട്ട് പമ്മിച്ചെന്നിരിക്കുക. അപ്പൊ അപ്പന് വെപ്രാളമായി. അപ്പന് വിവരം അറിയുന്നില്ല. അപ്പനോടത്ത് അവര് മിക്കവാറും ഇവനെ എല്ലാം തീർത്ത് കാണാം. അതുകൊണ്ടാണ് യോസേപ്പിനെ വിളിച്ചേച്ച് പറഞ്ഞു, ജ്യേഷ്ഠന്മാരുടെ ക്ഷേമമെല്ലാം അറിഞ്ഞേച്ച് ഒന്ന് വരണം. ഭക്ഷണ സാധനവും കൊടുത്തു വിട്ടു. യോസേപ്പ് അടുത്ത് വന്നപ്പോൾ ഇവർ നോക്കി ഭക്ഷണമൊക്കെ ഉണ്ട്. അതെല്ലാം ഇനി മേടിച്ചേച്ച് യോസേപ്പിനെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ തട്ടി. അവൻ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്. അതെല്ലാം യുവമാര് കരക്കിരുന്ന് കഴിക്കുക. എല്ലാം വീതം വെച്ച് 5-10 പേരോട് ഇരുന്ന് കഴിക്കുക. കൊണ്ടുവന്നവൻ പൊട്ടക്കിണറ്റി. എന്നിട്ട് ഇവര് പാട്ടുമൊക്കെ പാടി പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പാ. ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന കൊണ്ടുവന്നവനോടാ. ഇവര് വർഷിപ്പും ആരാധനയും ഭയങ്കര മേളവാ. ഇത് കൊണ്ടുവന്നവൻ. അപ്പൊ ഇരുന്നോണ്ട് പാടിട്ട് ഒക്കാൻ ഞാൻ പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങൾ വീശി
ഒന്നൊന്നും കൂടി ഒരുത്തം പറഞ്ഞൊരു പാട്ട് വർഷിപ്പ് ലീഡർ അർഹിക്കാത്ത അങ്ങനെ പാട്ടുണ്ടല്ലേ, അർഹിക്കാത്ത നന്മകളും കൊണ്ടുവന്നോ കുഴി കിടക്കുക. എന്തോ വർഷിപ്പാന്നോ, എന്തോ പ്രൈസാൻ വർഷിപ്പാന്നോ, എന്തോ ആരാധനയാന്നോ എനിക്ക് പിടി കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവരെ ചാപ്പാടും എല്ലാം കൂടെ കഴിച്ച് തലവൊക്കെ നോക്കിയപ്പോൾ ഇശ്മയേലിയ കച്ചവടക്കാർ വരുന്നു. രൂപേനറിയാതെ പിടിച്ച് കരക്ക് കയറ്റി വെച്ച് 20 വെള്ളിക്കാശിന് വിറ്റു. ശിവന്മാർ ചെയ്ത പണി നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രസംഗിക്കുന്നതല്ലേ. ആ യോസേപ്പിന്റെ വസ്ത്രത്തിലെ പറ നിലയെങ്കില് എല്ലാവരുടെ കടന്ന് ബഹളം ഉണ്ടാക്കാതെ ഒരാൾ പറഞ്ഞാൽ മതി. എഴുന്നേറ്റ് എന്ന് പറ. ആരുമില്ലേ? ആട്ടെ, ഇത്രയിലും ഓത്തല്ലോ വലിയ. യോസേപ്പിന്റെ നിലയെങ്കിൽ ഇവരെ ചോര. പിന്നെ അവർ ഒരു കോലാട്ട് കൊറ്റനെ കൊന്ന്. അതാ വിഷയം. യോസേഫിന്റെ അങ്കി എടുത്ത് എന്തോ ആടാ കോലാട്ട് കൊറ്റനെ കൊന്നു. കോലാട്ട് കൊറ്റനെ ഒന്നുകൂടെ വായിച്ചേ. പിന്നെ അവർ ഒരു കോലാട്ട് കൊറ്റനെ കൊന്ന്. ഒരു കോലാട്ട് കൊറ്റനെ കൊന്നു. ഈ കോലാട്ട് കൊറ്റന്റെ ചോര ഈ അങ്കിയിൽ, ഈ അങ്കി കൊണ്ടുവന്ന് അപ്പനെ കാണിച്ചത്. അപ്പം നോക്കിയപ്പം ചോരയൊക്കെ ഉണ്ട്. ഇന്നത്തെ പോലെ പരീക്ഷണങ്ങളൊന്നും അന്നില്ലല്ലോ. ചോരയാന്ന് മനസ്സിലായി. യോസേപ്പിന്റെ അന്ന് പിടികിട്ടി. ഈ തുണിയെല്ലാം വെച്ച് അപ്പച്ചൻ കരയായിരുന്നു. ഈ കോലാട്ട് കൊത്തനെ കൊന്ന് ചോര വരട്ടാൻ കാര്യം എന്നാ? ഒരു ചെമ്മരിയാടിനെ അങ്ങ് കൊല്ലാൻ മേലായിരുന്നോ? കോലാട്ട് കൊത്തനെ കൊന്ന് ചോര എടുത്ത് പെരട്ടി. അതിന് കോലാട്ട് കൊത്തനെ കൊന്നത്. നിങ്ങളെ വചനം അറിയാമല്ലോ. പണ്ട് ഈ അപ്പൻ യാക്കോബ് 2 കോലാട്ട് കൊറ്റനെ കൊന്ന ഫാൻസി ഡ്രസ് നടത്തിയത്. ജോസിന് പിടികിട്ടിയില്ലേ? ഇസഹാക്ക് വയസ്സ് എന്ന് വൃദ്ധനായി യേശാവിനെ ഒന്ന് അനുഗ്രഹിക്കാന്ന് വെച്ചപ്പോൾ അമ്മയുടെ ആജ്ഞപ്രകാരം യാക്കോബ് 2 കോലാട്ട് കൊറ്റനെ കണ്ടിച്ച് അമ്മയുടെ കയ്യിൽ അതിന്റെ മാംസം എല്ലാം കൊടുത്ത് അമ്മ വേഗത്തിൽ പാകപ്പെടുത്തി. കോലാട്ട് കൊറ്റന്റെ തോലെല്ലാം അമ്മയും കൂടെ ചേർന്ന് ഫിറ്റ് ചെയ്ത് യുവജനോത്സവത്തിൽ പിള്ളേര് ഫാൻസി ഡ്രസ് നടത്തും പോലെ ജേക്കബിന്റെ ഫാൻസി ഡ്രസ്. സംവിധാനവും എല്ലാം ആരാ? റേച്ചൽ ആന്റി, റിബേക്കാമ്മ. വിജയിച്ചു പ്രോഗ്രാം. പിന്നെ യുവജനോത്സവത്തിൽ ഫസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് കിട്ടിയെങ്കിലും കുടുംബത്തിൽ നിൽക്കാൻ മേല. ചിലര് സഭയിലൊക്കെ നല്ല ഫസ്റ്റാ, പക്ഷെ ഉപദേശിമാരെ കിടുകിട പറപ്പിക്കുന്ന അച്ചായമാരുണ്ട്. പക്ഷെ വീട്ടിൽ അമ്മാമ്മ നോക്കിയാൽ മതി, അന്നേരം ഇയാള് സഭയിൽ ഫസ്റ്റ്. സഭയിലെ മൂപ്പന, സെക്രട്ടറിയാ, കമ്മിറ്റിയിലുണ്ട്, കൗൺസിലാണ്. പാസ്റ്റർമാരെയൊക്കെ വരച്ച വരയില നിർത്തുന്ന. തള്ള എവിടെ നിന്ന് ഒരു നോട്ടം നോക്കിയാൽ മതി, അന്നേരം ചൂടും. ഭയങ്കര ഫാസ്റ്റാ. നല്ല ഫാസ്റ്റാ. വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ 2 കോലാട്ട് കൊറ്റനെ കണ്ടിച്ചു. കൊച്ചുങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരെണ്ണത്തിനെ കണ്ടിച്ച് അത് ആ ചോര വസ്ത്രത്തിലെല്ലാം പുരട്ടി അപ്പന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അബദ്ധമായി.
കരഞ്ഞു, വളരെ പ്രയാസപ്പെട്ടു. നമുക്ക് അതിന്റെ മറുഭാഗം എടുക്കാം, ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ വിതയ്ക്കുന്നത് കൊയ്യും. നീ ഒരാളെ ഉപദ്രവിച്ചാൽ നിനക്ക് മുട്ടിന് ഉപദ്രവം ഉണ്ടാകും. നിങ്ങൾ പഴയ സഭകളിലൊക്കെ ചില അപ്പച്ചന്മാരെ ശ്രദ്ധിച്ച്, പാസ്റ്റർമാരെ കരയിപ്പിച്ച അപ്പച്ചന്മാരുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് ഇവരുടെ മക്കൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങും. ഇതുപോലെ 9 അപ്പച്ചന്മാരുള്ളിടത്ത് അയ്യോ ഇവനെ വിടുന്നത്. ഇവിടെ ഒരപ്പച്ചനാ ഭാഷ എടുത്ത് ഇണ്ടൻ അടിച്ചത്. ഇയാടെ മോൻ ചെന്നപ്പം 9 നല്ല ഈ കട്ടപ്പുറത്ത് മുണ്ടിയിരിക്കും പോലെ. ഇവനെ നീറ്റിലും നിലയിലും വിതയ്ക്കുന്നത് കൊയ്യും. ചില അമ്മമാര് പ്രാർത്ഥനാ വിഷയമായിട്ട് വരാറുണ്ട്, എൻ്റെ അടുക്കലും വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. പറയും, പാസ്റ്റേ മരുമകൾ എന്നോട് താല്പര്യമില്ല, അവൾക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ല, എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല. ഞാൻ ചോദിക്കും, കൊച്ചമ്മ അമ്മായിയമ്മയെ അന്വേഷിച്ചതാണോ? ആണോ? മിണ്ടുന്നില്ലല്ലോ. നമ്മുടെ അമ്മായിയമ്മേനെ നല്ലതുപോലെ ശുശ്രൂഷിച്ചെങ്കിൽ, സ്നേഹിച്ചെങ്കിൽ, കരുതിയെങ്കിൽ നിനക്ക് ഒരു ദോഷവും വരികയില്ല. നീ തട്ടിപ്പ് കാണിച്ച് തള്ളേനെ ഒതുക്കിയിട്ടാണെങ്കിൽ നിന്റെ മക്കള് നിന്നെ വരപ്പിക്കും. പ്രാർത്ഥിച്ചാലൊന്നും വിടുതൽ കിട്ടുകയല്ല. അത്ഭുത വിടുതൽ, രോഗശാന്തി, വരപ്രാപ്ത, അവനതിലേ പോവുകയുള്ളൂ, നിനക്ക് വിടുതൽ കിട്ടുകയല്ല. സ്തോത്രം. പുള്ളി ബന്ധനം അഴിക്കുന്നയാളാ, മിക്കവാറും അവന്റെ ബന്ധനം അഴിയാറാ നടക്കുന്നത്. വിതയ്ക്കുന്നത് കൊയ്യുമെന്ന്. ചങ്ങടി കുറ്റിക്കാന്ന് കുറ്റിക്ക്, പറക്കാന്ന് പറക്ക്, താപ്പിനാന്നെങ്കിൽ താപ്പിന്, മുപ്പറക്കൊട്ടയ്ക്കാന്നെങ്കിൽ മുപ്പറക്കൊട്ട, വള്ളിക്കൊട്ടയ്ക്കാന്ന് അളക്കുന്ന അളവിനല്ല അളക്കുന്നു. നീ സമാധാനം ഉണ്ടാക്കുന്നെങ്കിൽ നിനക്കും സമാധാനം കിട്ടും. നീ 2 വ്യക്തികളെ യോജിപ്പിക്കുകയാണെങ്കിൽ നിന്റെ പ്രശ്നവും ദൈവം പരിഹരിക്കും. നീ സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ കുടുംബത്തിലും കലക്കമാ, സന്തതി തമ്മിൽ കലക്കമായിരിക്കും. വരക്കുന്നത് കൊയ്യും. ഇവൻ അപ്പനെ കളിപ്പിച്ചത് കൊണ്ടൊരു കളിപ്പീര് പറ്റിയതാ. നമ്മൾ ആ ഭാഗം എടുക്കുന്നില്ല, വിട്ടേക്കാം. യാക്കോബ് ഈ വസ്ത്രമൊക്കെ ആയിട്ട് വളരെ ഭാരപ്പെട്ട് കരയുകയാണ്. എന്റെ ഭാഷയെ പറഞ്ഞാൽ ചേട്ടന്മാരെല്ലാം കൂടി യോസേപ്പിനെ കൈപ്പിച്ചു. യോസേപ്പ് ചത്തെന്ന് പറഞ്ഞ അപ്പനും ചേട്ടന്മാരും എല്ലാം കൂടെ ചാത്ത ഉണ്ണുക, ആണ്ടിയാത്തം. ഓരോ വർഷമേ യോസേപ്പിന്റെ ഫോട്ടോയും എല്ലാം വെച്ച് ആണ്ടിയാത്തം, നെയ്യപ്പവും. അവർ പറഞ്ഞു, ബീഫും ഒന്നും വേണ്ട, ദുഃഖമല്ലേ, വെജിറ്റബിൾ മതി എന്ന്. ഉള്ളതാട്ടോ. യോസേപ്പ് ചത്തെന്ന് പറഞ്ഞ് ചേട്ടന്മാരെല്ലാം കൂടെ ആണ്ടിജാത്തം ഉണ്ടപ്പം യോസേപ്പ് അപ്പുറം യോഗം നടത്തുക മിസ്രൈമില്. ആദ്യം ചെന്നൊരു പരസ്യയോഗം, അത് ചന്തസ്ഥലത്താ. പരസ്യയോഗം വിജയിച്ചപ്പം പൊത്തിപ്പറ വീട്ടിൽ കൊണ്ടുപോയി. കുടുംബയോഗം, കോട്ടയം മീറ്റിംഗ്. കോട്ടയം മീറ്റിംഗ് നല്ല അനുഭവം. പിന്നെ തള്ള അത്ര ഗുണമല്ലായിരുന്നു. ഒരിക്കൽ ചാടി യോസേപ്പിന്റെ വസ്ത്രത്തെ പിടിച്ചു. പുള്ളി എന്നാലും തന്നെ പറഞ്ഞ് ഞാൻ പോവാന്ന് പറഞ്ഞ് യോസേപ്പ് ഓടി. അതല്ലേ എന്റെ ന്യായം. യോസേപ്പിന്റെ ചിന്ത, തുണി കൊടുത്താൽ 2 മീറ്റർ തുണിയുടെ കാര്യമുള്ളൂ, ജീവിതം പോയാലോ. 2 മീറ്റർ തുണി തള്ളയുടെ ഇരുന്നത് തള്ള അങ്ങ് എടുത്തോട്ടെ, 2ഓ 3ഓ ആയിക്കോട്ടെ, നമുക്ക് കടയിലോട്ട് ചെന്ന 5 മീറ്റർ മേടിക്കാം. ജീവിതം പോയാൽ ഏത് കടയിൽ ചെന്നാലാ ജീവിതം കിട്ടുന്നേ? നമ്മൾ ജവളിക്കടയിൽ ചെന്ന് ചോദിക്കുക, സ്തോത്രം പാപ്പച്ച അയച്ചിട്ട് ജീവിതം തരാൻ പറഞ്ഞ പുള്ളി പറയാം, എൻ്റെ ജീവിതം എന്നേ പോയി, പിന്നെ ഞാൻ ഈ കടയുള്ളത് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് യേശുവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. മനുജ നിദാനമതു നിന്നയാതെ, മനുജ നിദാനമതു നിന്നയാതെ, മനുജ നിദാനമതു മനുജ നീ. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, തിരിയുമ്പോൾ അതിലല്ല ക്ഷണം പോട്ടി ചാരം.
ശലോമോനും അറിയുമ കഴിഞ്ഞില്ലതാല്ലേ പരനെ വേഗം ശരണമാക്കി മരുവിടണം തരണിയിൽ നീ മനുജ നിന്റെ ധനമതു നിനയാതെ മനുജ. അപ്പൊ ജീവിതം ഒരു കടയിലും കിട്ടത്തില്ല, തുണി പോയാൽ നമുക്ക് മേടിക്കാം. യോസേപ്പ് ഇത് ഇട്ടേച്ച് ഒരൊറ്റ ഓട്ടം. ഞാൻ ആ ഭാഗം പറഞ്ഞു, യോസേപ്പ് വസ്ത്രം ഇട്ടേച്ച് ഓടി. എങ്ങോട്ടാ ഓടിയത്? എങ്ങോട്ടാ മനെ യോസേപ്പ് ഓടിയേ? എവിടോട്ടോടി? പുറത്തേക്ക്. ഉറക്കെ പറ, ഉറക്കെ പറഞ്ഞോ. പുറത്തോട്ടാ ഓടിയത്. ഈ ഓടുന്നതിനുമുണ്ട്. നമ്മളറിഞ്ഞ നേരെ മുറിക്കകത്തോട്ട് ഓടും, തള്ള വന്ന് വീണ്ടും കുറ്റിക്ക് ഇടും. നമ്മളാന്നെ അകത്തോട്ട് ഓടും, തള്ളയുടെ വീടല്ലേ, തള്ള വന്ന് മൊത്തം കുറ്റിയിടും, നമ്മൾ അകത്ത് പെട്ടുകയും ചെയ്യും. ഇടിയുടെ ആറാട്ടായിരിക്കും. നമ്മൾ നിരപരാധിയാ, പക്ഷെ നമ്മുടെ ആൾക്കാരല്ലേ, കൊള്ളാം കോളും കൊള്ളും വെച്ച് നല്ല വർത്താനവും പറയും. യോസേപ്പ് ഒരൊറ്റ ഓട്ടം വെളിയിലോട്ട്, പുറത്തോട്ട്. അങ്ങനല്ലേ വായിച്ചേ. അവൻ വസ്ത്രം തന്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി. അകത്തോട്ട് ഓടണ്ട. ചില വിഷയങ്ങൾ വരുമ്പോൾ നീ അങ്ങ് പുറത്തോട്ട് ഓടിപ്പോക്കോണം. ദൈവത്തിന് നിന്നെ പറ്റി പദ്ധതി ഉണ്ടെങ്കിൽ നിന്നെ തിരിച്ചകത്ത് കൊണ്ടുവരും. ദൈവം നിന്നെ പറ്റി ചില പ്ലാനുകൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോൾ ദൈവം നിന്നെ അകത്തെത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ കുടുംബയോഗമൊക്കെ നല്ലതായിരുന്നു. യോസേപ്പ് നിമിത്തം ആ വീടിനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. പക്ഷെ ആക്ഷേപങ്ങളും അപമാനങ്ങളും വന്ന് നിരപരാധിയാ, പക്ഷെ തെളിയിക്കാനൊക്കത്തില്ല. നല്ലടെ തുണിയിരിക്കുക, ചോരയുണ്ട്. ഇത് ആരുടെ ചോരയാ, എന്തോ ചോരയാന്ന് തെളിയിക്കാനൊന്നും അന്ന് ഇതിനുള്ള സംവിധാനമില്ല. പക്ഷെ യോസേപ്പിന് ഒന്നറിയാം, ഞാൻ നിരപരാധിയാ, ഇത് തെളിയുന്നൊരു ദിവസമുണ്ട്. ഇപ്പൊ തള്ള പറഞ്ഞതാ എല്ലാരും. പിന്നെ അവര് കണ്ണീരും എന്നെ ഹാസ്യമാക്കുവാൻ അല്ല. ഒരു എബ്രായനെ കൊണ്ടുവന്നിട്ട് അവൻ എനിക്ക് അപകീർത്തി വരുത്തി. ഇവള് പറഞ്ഞതെല്ലാം കേട്ട് പരിചാരകന്മാരും എല്ലാം അമ്മാമ്മയുടെ പക്ഷമാണ്. അങ്ങനെയാണല്ലോ ലോകം. യോസേപ്പിനെ ബലം കിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാവരും പറഞ്ഞു കാണും, നീ വലിയ പ്രാർത്ഥനക്കാരനാന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ അമ്മാമ്മയോട് തന്നെ നീ. ഒരുത്തൻ പറഞ്ഞു, എടാ ഞാൻ ഈ കൊട്ടാരത്തിൽ 23.5 കൊല്ലമായി വന്നിട്ട് അമ്മാമ്മയെ ഞാൻ ഇന്ന് വരെ ആവശ്യമില്ലാത്ത ഒന്നും. അതെ, ഇവന്റെ എല്ലാം ചരിത്രം എടുക്കണം, അന്നാരും അറിയാം. ആട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. യോസേപ്പ് ഒന്നും മിണ്ടിയില്ല കേട്ടോ. യെശയ്യാവിൽ നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത് പോലെ രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. ചില സന്ദർഭങ്ങളിൽ മിണ്ടരുത്, ശാന്തമായിട്ട് നീ ആക്ഷേപിക്കും, അപമാനമൊക്കെ പറയും, നിന്നെ ഉപദ്രവിക്കും, പരിഹസിക്കും. ഒരു കാര്യം ഉറപ്പാ, സമയമാകുമ്പോൾ ദൈവം ഇത് വെളിപ്പെടുത്തും. ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ. കാരണം യോസേപ്പ് ഈ വിധത്തിൽ കടന്നു പോകണമെന്നുള്ളത് ദൈവത്തിന്റെ ദിരികിതമാണ്. നിങ്ങൾ ആ 105 സങ്കീർത്തനത്തിന്റെ 17 ഒന്ന് വായിച്ചേ. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. ദൈവം അയച്ചെന്നാ പറഞ്ഞ കേട്ടോ. യോസേപ്പിനെ ദൈവം അയച്ചെന്നാ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, വായിക്കുന്ന ദൈവദാസം വായിച്ചാൽ മതി, ബാക്കി എല്ലാവരും എന്നെ നോക്ക്. കാണാൻ ചെതവൊന്നും ഇല്ലേലും എന്നെ നോക്ക്. നിങ്ങളെല്ലാം കൂടെ ഞാറ് നടും പോലെ കുടിഞ്ഞു കിടന്നാ ഞാൻ പിന്നെ ആരോട് പറയാനാ? മോൻ വായിച്ചു തന്നാ മതി, ബാക്കി എല്ലാവരും എന്നെ നോക്ക്. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. അവർക്ക് ചേട്ടന്മാർക്ക് മുമ്പായി അവൻ ദൈവം ഒരാളിനെ അയച്ചു. ദൈവം അയച്ചെന്നാ പറയുന്നത്. യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. അപ്പൊ യോസേഫിനെ ദൈവം അയച്ചു. ഈ ദൈവം അയച്ച വിധമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.
നമ്മൾ ആരെയെങ്കിലും വിദേശത്തോട്ടോ അല്ലെങ്കിൽ ഗൾഫ് നാട്ടിലൊക്കെ വിടുമ്പോൾ അയക്കുന്നത് സഭയിലുള്ളവരെ ബന്ധുക്കാരെയെല്ലാം വിളിച്ച് സെന്റോ മീറ്റിംഗ് വെച്ച് ഭയങ്കര യോഗമൊക്കെ വെച്ച് കാശുണ്ടെങ്കിൽ ഇതുപോലെ ഇവരെ പാട്ടുകാരെയും വിളിച്ച് പ്രസംഗിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് വിളിച്ച് പിന്നെ എല്ലാവരും വന്ന് ആശംസയൊക്കെ പറഞ്ഞ് എന്ത് നല്ല അന്തരീക്ഷത്തിലാണെന്ന് അയക്കുന്നേ. വരുന്നവരെല്ലാം പറയും, എനിക്ക് പ്രിയ സാങ്കുട്ടിയെ പറ്റി പറയുമ്പോൾ അഭിമാനമുണ്ട്, സഭയുടെ ഒരു നെടുന്തൂണായിരുന്നു, എല്ലാ കാര്യത്തിനും. പക്ഷേ ഇപ്പോൾ ഗൾഫിൽ പോകുന്നതിൽ അതിയായ സങ്കടമുണ്ട്, പക്ഷേ പോകാതിരിക്കാൻ തരമല്ല. ആട്ടെ, ദൈവം നന്മയൊക്കെ കൊടുത്ത് തിരിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ അയക്കുന്നത്. പിന്നെ മെയിൻ പാസ്റ്റർമാരെല്ലാം കൂടെ സാങ്കുട്ടിയെ മുട്ടയെ നിർത്തി വെച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ആശീർവാദ പ്രാർത്ഥനയൊക്കെ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, പിന്നെ ഒരു ചുംബനമൊക്കെ കൊടുത്ത് ചിലര് ഒക്കുന്നെങ്കിൽ ഒരു കൈമടക്കും കൊടുക്കും. ചില അമ്മമാരൊക്കെ ചക്ക വറുത്തത് കൊണ്ട് കൊടുക്കും. താങ്കുട്ടി അവിടെ ചെന്ന ഉടനെ ചിലപ്പോൾ ചക്ക വറുത്തത് ഇട്ട് കരുതി വീട്ടിൽ വറുത്തതാ, ഇതുകൂടെ ഇച്ചിരി മിണ്ടുന്നില്ലല്ലോ ആരും. നമ്മൾ ചിലരെ അങ്ങനെയൊക്കെ അയക്കുന്നത്. പക്ഷെ യോസേപ്പിനെ അയച്ച വിധം, യോസേപ്പിനെ അയച്ചുവല്ലോ. അടുത്ത വാക്യം, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. അങ്ങനെ അയച്ചത് കേട്ടോ, അടിമയായിട്ട് ദാസനായി വിൽക്കുക ചെയ്തത്. യഹോവയുടെ വചനം നിവർത്തിയാകുകയും, യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം, ശോധന വരികയും ചെയ്യുവോളം. അപ്പൊ ചിലരെ ദൈവം ചില സ്ഥലങ്ങളിലേക്കും ചില വിഷയത്തിൽ അയക്കുന്നത് ശോധനയിൽ കൂടിയും പ്രതികൂലത്തിൽ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, ദൈവം നിന്നെ മറന്നതല്ല, ദൈവം നിന്നെ അറിയാതിരിക്കുകയല്ല. ചില ശോധനകളും പീഡകളും പ്രയാസങ്ങളും വരുന്നത് അവൻ ദൈവം നിന്നെ അയക്കുന്നതാ. പിന്നെ അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും, ദൈവം അയച്ച പുള്ളിയെ കാലുകൊണ്ട് വിലങ്ങുകൊണ്ട് ബന്ധിച്ചെന്ന് കാലിനെ ദൈവം അയച്ചതാ. നമ്മളെ എങ്ങനെ അയക്കുമ്പോ കാലിന് വിലങ്ങ് വീണാ നമ്മൾ ദൈവം അയച്ചെന്നാ ഷായ അയച്ചെന്നാ പറയുന്നേ. ഇനി അമ്മാമെ വലിയ ബന്ധനമാ ഷാശ് എന്നെ ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ ദൈവം അയച്ചതാ. പക്ഷെ ദൈവം അയച്ച വിധങ്ങളാ നിങ്ങൾ ചിന്തിക്കണം. കാല് ബന്ധിച്ചു വിലങ്ങുകൊണ്ട്, അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. കുടുക്കി, തള്ളച്ചി കുടുക്കി അല്ലേ, കുടുക്കുക. നമ്മളെ അങ്ങനെ കൊണ്ട് കൊടുക്കാൻ നോക്കും. ബന്ധിച്ചു കൊണ്ട് കുടുക്കിനകത്തിട്ടു. എല്ലാരും വിശ്വസിച്ചില്ലേ? തള്ള ഇടയ്ക്കിടയ്ക്ക് തുണി പൊക്കി ഇങ്ങനെ കാണിക്കുകയും ചെയ്യും. യോസേപ്പിന്റെ ഇങ്ങനെ, അമ്മാമ ആ തുണി ആരാ? അവന്റെ ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിനകത്ത് ചുമ്മാ ഇരിക്കുന്നവരെല്ലാം അമ്മാമ്മയ്ക്ക് ലൈക്ക് അടിക്കുകയും ചെയ്യുക. അമ്മാമ്മേ ഹായ്. അമ്മാമ്മ പണ്ട യോസേപ്പിന്റെ തുണി എടുത്ത് വീശിയത് പോലെ ഒന്നുകൂടെ ഒന്ന് വീശണേ നമ്മുടെ ജനറൽ കൺവെൻഷന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ കുടുക്കും, ഈ ബന്ധനവും, ഈ ചങ്ങലയും, ഈ ശോഭനയും, ഈ കാരാഗ്രഹം ഒക്കെ വരുമ്പോൾ യോസേഫ് പറയുക, എന്നെ ദൈവം അയച്ചതാ, എന്നെ ദൈവം അയച്ചതാണ്. ഇതെല്ലാം തിരിഞ്ഞു മറിയുന്ന ഒരു സുദിനമുണ്ട്. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നീതിയോടെ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതിനെ ന്യായം വിധിക്കുന്ന ഒരു സുദിനമുണ്ട്. ദൈവം ഇത് വെളിപ്പെടുത്തുന്ന ഒരു സുദിനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് നിന്നെ അയച്ചത്, ദൈവമാണ് നിന്നെ വിളിച്ചത്, ദൈവമാണ് നിനക്ക് അഭിഷേകം തന്നത്. നീ തളർന്നു പോകരുത്. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ, യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാടേ. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ, യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാടേ. ക്രിസ്തു
ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരും കുടുങ്ങപ്പെട്ടവരും ആമേൻ സ്തോത്രം പീഡകളിൽ കൂടി പോകുന്നവരും ശോധന അനുഭവിക്കുന്നവരും പ്രയാസങ്ങളിൽ കൂടി പോകുന്നവർ നീ തളർന്നു പോകരുത്. ദൈവം നിന്നെ അങ്ങോട്ട് അയച്ചതാ. ഈ ചിലരെ ദൈവം ഈ വിധത്തിൽ അയക്കുന്നത്. അതെ, അങ്ങനെ അയച്ചെങ്കിലേ ഒക്കുള്ളൂ. കാരണം അങ്ങനെ അയച്ചെങ്കിലേ ഈ വിധത്തിൽ അനുഭവത്തിൽ കൂടെ പോകുന്നവർക്ക് നീ ഒരു ആശ്വാസമാകൂ. സ്തോത്രം. ഈ വിധത്തിലുള്ളവര് നിന്നെ കേൾക്കുമ്പോൾ അവർക്ക് ബലമാണ്. പ്രൈസ് ദി ലോർഡ്. യോസേപ്പിനെ ദൈവം അയച്ചതാ. അധികം വിവരിക്കുന്നില്ല. യോസേപ്പ് ചത്തെന്നും പറഞ്ഞ് അപ്പനും ചേട്ടന്മാരും എല്ലാം ആണ്ടിയാത്ത കൊണ്ടപ്പോ യോസേപ്പ് പ്രയോഗം നടത്തി. എന്തിനേറെ വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് ചേട്ടന്മാരെല്ലാം യോസേപ്പിനെ കണ്ടു. ധാന്യം കൊള്ളാമെന്ന ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. ക്ഷാമം കടനപ്പെട്ടു. മിസ്രൈമിൽ ക്ഷാമം, കനാനിലും ക്ഷാമം, ലോകം മുഴുവൻ ക്ഷാമം. അപ്പച്ചൻ പറഞ്ഞു, മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കാതെ നമ്മൾ ചത്തു പോകും. അല്ലെങ്കിൽ കൊച്ചുങ്ങളെല്ലാം കൂടെ ധാന്യം കൊള്ളാൻ വന്ന് യോസേപ്പ് ഒന്നാമനാ. പറവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനമാണ്. യോസേപ്പ് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യോസേപ്പ് തന്നെയാണ് ധാന്യം അളന്നത്. വേറെ അളക്കാൻ വേറെ ആര് ഏൽപ്പിച്ചില്ല. യോസേപ്പിന് ഏതാണ്ട് 5 അളിയന്മാരുണ്ടായിരുന്നു. യോസേപ്പിന്റെ ഭാര്യ ആസനത്ത് എന്ന് പറയുന്ന സ്ത്രീക്ക് 5 ആങ്ങളമാര് എന്ന് പറഞ്ഞ യോസേപ്പിന്റെ 5 അളിയന്മാര് ഉണ്ട്. ഒറ്റ അളിയനെ പോലും അളക്കാൻ ഏൽപ്പിച്ചില്ല. കാരണം അളിയനൊന്നും അത്ര നല്ലതല്ല. എല്ലാ അളിയനും കൊള്ളാം. അളിയനോട് പറയാം, അളിയ ഞാൻ വീട് വരെ പോകാം, അളിയൻ ഇത് അളക്കാൻ പറഞ്ഞ അളിയൻ ആ ലോഡുമായിട്ട് അന്നും മുങ്ങും. അതുകൊണ്ട് യോസേപ്പ് തന്നെ നിന്ന് അളക്കുക. വരുന്നവർക്കെല്ലാം യോസേപ്പ് നല്ല യേശു അവിടുത്തെ അടുക്ക വരുന്നവർക്കെല്ലാം കൊടുക്കാൻ കഴിവുള്ളവനാണ്. ഏത് പാത്രവുമായിട്ട് എവിടുന്ന് വന്നാലും കൊടുക്കാൻ കഴിവുള്ളവനാണ്. അവന്റെ പക്കലുണ്ടല്ലോ. പേര് വരുന്നു. ഒറ്റ നോട്ടത്തിലെ പിടികിട്ടി. ആ പമ്മിയുള്ള വരവും നമ്മുടെ ആൾക്കാർ യോഗത്തിന് വന്ന ജനലിന്റെ എവിടെ പമ്മി വരുന്നല്ലേ, ആ നോട്ടം ഇപ്പം കാണാൻ പറയാ ആളെങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ യോസേപ്പ് നോക്കിയപ്പോഴേ മനസ്സിലായി നമ്മുടെ കക്ഷികളാണ്. അതിന്റെ കാരണം കൂടെ പറയാം. ഒറ്റ നോട്ടത്തില് 10-20 കൊല്ലം കഴിഞ്ഞാൽ കാണുന്നെങ്കിലും പിടികിട്ടാൻ കാര്യം പഴയ ചാക്കും തലയെക്കെട്ടും വടിയൊന്നും ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാ പിടികിട്ടിയത്. പക്ഷെ ഇവർക്കാർക്ക് യോസേപ്പിനെ പിടികിട്ടിയില്ല. കാരണം ഇവര് പണ്ട് വിറ്റപ്പം ഉടുതുണിയും കൂടെ എടുത്തേച്ചാ വിറ്റത്. ഇപ്പൊ യോസേപ്പിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. വേഷം മാറി, ഭക്ഷണം മാറി, ഭാഷ മാറി. കാരണം ദ്വിഭാഷിയെ വെച്ചാ സംസാരിച്ച്. അപ്പൊ ഭാഷയും ഭക്ഷണവും വേഷവും എല്ലാം മാറി. പിടികിട്ടിയില്ല. യോസേപ്പിന് ഇവരെ പിടികിട്ടിയിട്ടും അറിയാത്ത പാവത്തിൽ നിന്നാളെന്ന്. യവന്മാര് പമ്മി 10 എണ്ണം വന്നിച്ച് യോസേപ്പിനെ കണ്ട അങ്ങ് കിടക്കുക. 10 എണ്ണം കൂടെ യോസേപ്പിനെ കണ്ടപ്പോ പൊത്തോന്നും പറഞ്ഞ് പുള്ളിയുടെ മുന്നിൽ എന്ത് ചെയ്തിട്ട് ഇവന്മാര് പൊങ്ങുകയല്ല. അപ്പൊ യോസേപ്പ് എൻ്റെ ഭാഷ പറയാ, കയ്യിലിരുന്ന ചങ്കോല് കൊണ്ട് എഴുന്നേക്കാൻ പറഞ്ഞു. ഒന്നേമാര് കിടന്നോട് പറയും, ഇല്ല കുറച്ചുകൂടെ കിടന്നേച്ച് എഴുന്നേക്കുള്ളൂ. അപ്പൊ യോസേപ്പ് ആ സ്വപ്നം ഓർത്ത് തൻ്റെ എഴുന്നേറ്റ് നിൽക്കുകയും ദൈവം നിറവേറ്റുന്ന കണ്ടോ. എന്നിട്ടും അറിയാത്ത പാവത്തിൽ നിന്ന് പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇവന്മാര് 10 എണ്ണം കൂടെ എഴുന്നേക്കുമ്പോൾ മാള് യോസേപ്പ് എന്നാ പറഞ്ഞു. ഓ ഇല്ല, ഞങ്ങള് സാറേ ദൈവത്തെ മഹത്വപ്പെടുത്തും. യോസേപ്പ് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങൾ ആരാ, ഏതാ, എവിടുന്നാ?
ഉടനെ യവന്മാര് സാക്ഷ്യം പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങള് കനാൻ ദേശത്തിന്റെ പ്രദേശത്ത് നിന്ന് ഈ മിസ്രയീമിന്റെ പ്രദേശത്ത് വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ, ഞങ്ങളെല്ലാവരും പഴയ പെന്തിക്കോസുകാരാണ്, നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങള് 12 മക്കളുണ്ട് കൃപയാല്. ഹല്ലേലൂയ, ഞങ്ങൾ 10 പേർക്ക് ഇവിടെ വരുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ മഹത്വം. 2 പേര് ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല. ഹല്ലേലൂയ. അതിലെ ഒരു ഞങ്ങളുടെ അച്ചായന്റെ അടുക്കൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഒരുത്തൻ ഇപ്പൊ ഇല്ലെന്ന്. അത് ആരുടെ മുഖത്ത് നോക്കിയാ പറയാനേ? അവൻ കമ്പിപടി പോലെ നിൽക്കുക. അവന്റെ മുഖത്ത് നോക്കി ഇവന്മാര് പറയാ. അപ്പം എഴുതിയിട്ടില്ലെങ്കിലും യോസേഫിന്റെ ഹൃദയത്തിലെ ചിന്ത, എടാ ഈ പട്ടിണി കൊണ്ട് അങ്ങേയറ്റം പറ്റിയിട്ട് ഇവനൊന്ന് ഇതുവരെ ഒരു മാനസാന്തരം, അങ്ങേയറ്റം പറ്റി കൂറ കുത്തി നിൽക്കുക, എന്നിട്ട് ഇവനൊന്ന് ഇതുവരെ. ഞാൻ പറയാനുണ്ട്, നമ്മൾ ചില സഭയിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മുടെ പല സഭകളില് ചിലര് പാപത്തുങ്ങളെ പോലെ ഇരിക്കും. വലിയ വസ്ത്രമൊന്നുമില്ല, വണ്ടിയില്ല, അല്ലെങ്കിൽ വലിയ സാമ്പത്തികം അങ്ങനെ ഇല്ലാതെ ഇരിക്കും. നമ്മൾ ഇരിപ്പ് കാണുമ്പോൾ പറയാം, അയ്യോ പാവത്താന്, ചുമ്മാ ഇവൻ വലിയ വിഷമാണ്. ഇവനിപ്പോൾ ഇങ്ങനെ പമ്മി ഇരിക്കുന്നത് കാശും പുത്തനും ചുറ്റുപാടും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇവൻ്റെ ഒന്ന് കിട്ടട്ടെ, തനിനിറ വന്നാലേ അറിയാം. ഞാൻ തമാശ പറഞ്ഞതല്ല. നമ്മൾ പറയും അമ്മച്ചി ഒരു പാവ, അമ്മ പാവോ എന്ന് വലിയ കാട്ടാനയ്ക്ക് ലാട പഠിച്ച തള്ളയാ. അതെ, ഇപ്പം തള്ളയ്ക്ക് ഗതി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പമ്മി. പിന്നെ തള്ളയുടെ കയ്യിൽ ഇച്ചിരി സമ്പത്തും ചുറ്റുപാടും ഒക്കെ ഒന്ന് കെട്ടണം, തനിനിറ വന്നാലും അറിയാം. എല്ലാവരും വിലയിരുത്തരുത്, ആൾക്കാരുടെ തനിനിറം മനസ്സിലാക്കണം. സ്തോത്രം. സഭയിലാന്നേലും കൂട്ടത്തിലൊക്കെ വരുമ്പോഴും ചെല്ലും അമ്മി ഇരിക്കും, നമ്മളവർക്കും പാവത്താനല്ലല്ലല്ല, ഇവൻ വലിയ കാളകൂടവാ. പിന്നെ ഇപ്പൊ ഇങ്ങനെ പമ്മി ഇരിക്കുന്നത് ഇവന്റെ വലിയ വകുപ്പില്ലാത്തത് കൊണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവം ഞാൻ പറയാം. എന്തിനാ ഒത്തിരി പുറകോട്ട് പോകുന്നേ? കുമ്പനാട് കൺവെൻഷന് ചെന്നപ്പോൾ ഞാൻ പകലത്തെ യോഗം കഴിഞ്ഞ് പന്തലിനകത്തൂടെ വെളിയിലോട്ട് പുറത്തോട്ട് പോരുക. കൂടെ ഒരു സഹോദരനുമുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പം ഒരു പ്രായമുള്ളൊരു അമ്മ കസാരയിലിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുക. തുണിയൊക്കെ അല്പം മുഷിഞ്ഞതാ, പ്രായമുണ്ട്. അമ്മയൊന്ന് കണ്ട് പരിചയം, ഒറ്റയ്ക്കിരിക്കുക, ആരും ഗവനിക്കുന്നില്ലല്ലോ. ഞാൻ അടുത്ത് ചെന്ന് ഇച്ചിരി നേരം സംസാരിച്ചു. അയ്യോ, ഞാൻ പെട്ടുപോയി. തള്ള എന്തെല്ലാം വർത്താനം. ആ സ്റ്റേജിൽ ഇരിക്കുന്നവരെ പറ്റി പറയാന്ന് കേട്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. കൊടുക്കാൻ അത്ര വർത്താനമായിന്ന് വരുന്നത്. നമ്മൾ നേരെ കണ്ടപ്പോഴത്ത് പാമ്പ് പിടിച്ചൊരു അമ്മച്ചി ഒറ്റയ്ക്കിരിക്കുന്ന, അയ്യോ മുഷിഞ്ഞ് ഒക്കെ വായി നിന്ന വർത്താനം. ആ ഉള്ള സമയം കൊണ്ട് അവര് എത്ര പേരെ പറ്റി ദോഷം ഒപ്പിച്ചെന്നറിയോ? അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ചെന്നു പോയല്ലോ എന്നായിപ്പോയി. നമ്മൾ ഈ പുറമേ നോക്കിയൊന്നും വിധിക്കരുത്. ഈ പട്ടിണി കൊണ്ട് അങ്ങേയറ്റം പറ്റിയിട്ട് ഇവന് ഒന്നും ഇതുവരെ ഒരു വ്യത്യാസം വന്നില്ലല്ലോ. അപ്പൊ യോസേഫിന് മനസ്സിലായി, ഇവന്മാരെ ഇങ്ങനെ വിട്ടാ ഒക്കത്തില്ല. ഒരാൾ അച്ചായന്റെ എടുക്കലുണ്ട്, ഒരാളോട് കാണണം. പുള്ളി സുവിശേഷം നോർത്ത് ഇന്ത്യ പോയതാ. യോസേഫ് എന്ത് വിട്ടാ ഒക്കത്തില്ല. യോസേഫ് ഉടനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഒരാൾ വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞേ? ഉണ്ടാ ജമാനെ? നിങ്ങളിൽ ഒരുത്തൻ ഇവിടെ നിൽക്കേ. 9 പേര് വീട്ടിൽ പോയി. ആ വീട്ടിലുള്ളവനെയും കൂടെ കൂട്ടി ഇവിടെ വന്നു കഴിയുമ്പം ഇവനെ ഞാൻ തിരിച്ചു വിടാന്ന് പറഞ്ഞ് ശിമിയോനെ പിടിച്ച് ബന്ധിച്ചു. യോസേഫ് ശിമിയോനെ പിടിച്ച് ബന്ധിച്ചു, വെട്ടിനകത്തായി. ഞാൻ ഇനി അധികം വിവരിക്കുന്നില്ല. 9 പേര് ചാക്ക് ധാന്യം ഒക്കെ ആയിട്ട് വീട്ടിൽ പോയി. ഇടയ്ക്ക് വെച്ച് ചാക്ക് തുറന്നപ്പോൾ പിന്നെയും ചാക്കിനകത്ത് പാനപാത്രം. പിന്നെയും പ്രശ്നമാണ്, മുഴുവൻ പ്രശ്നങ്ങൾ. എന്തിനേറെ ഒടുവിൽ യോസേഫ് ബെന്യാമീനെ ആയിട്ട് ഇവർ തിരിച്ചു വന്നു. യോസേഫിനെ കാണിച്ചു. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല.
ഈ ചേട്ടന്മാര് യോസേപ്പിനെ മനസ്സിലാക്കി. എല്ലാം കഴിഞ്ഞ് ഈ ചേട്ടന്മാര് തന്നെ വന്ന് അപ്പനോട് പറയാ, അപ്പച്ചാ യോസേപ്പ് ജീവിച്ചിരിക്കുന്നെന്ന്. അപ്പം പറഞ്ഞടാ, നിങ്ങൾ തന്നെയല്ലേ പണ്ട് പറഞ്ഞ അവൻ ചത്തുപോയെന്ന്. ഉടനെ ഇവര് പറഞ്ഞു, ഞങ്ങൾ പണ്ട് പറഞ്ഞ അന്നേരത്തെ സാഹചര്യത്തിന് ഞങ്ങള് ചത്തുവെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളാ പറഞ്ഞ ജീവിക്കുന്നെന്ന്. അതിനെ നിങ്ങൾ തിരിച്ചും മറിച്ചും പറയാന്ന്. അതൊന്നും ഞങ്ങളോട് ചോദിക്കണ്ട, ഇപ്പൊ ജീവിച്ചിരിക്കുന്നു. ഉടനെ അപ്പച്ചൻ ചോദിച്ചു, പണ്ട് നിങ്ങൾ ചത്തെന്ന് പറഞ്ഞ് തെളിവ് കൊണ്ട് തന്നായിരുന്നല്ലോ, തുണി. ഈ യോസേപ്പിനെ ഒതുക്കാൻ എത്ര പേരുടെ കയ്യിലാ തുണി ഇരിക്കുന്നത്? തള്ളയുടെ ഒരു തുണി. യവന്മാരെല്ലാം കൂടെ അപ്പന്റെ കൊണ്ട് 3-4 തുണി അവിടെ ഇടിയിരുന്നോർത്തു. യോസേപ്പിനെ ഒതുക്കാൻ പറ്റുമോ? യോസേപ്പിനെ ദൈവം വിളിച്ച് വേർതിരിച്ചതാ. സ്തോത്രം. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, പണ്ട് ചത്തെന്നും പറഞ്ഞ് നിങ്ങൾ തെളിവ് തന്നു തുണി, ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിന് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അവന്മാര് പറഞ്ഞു, ഞങ്ങളുടെ ഈ തെളിവൊന്നുമില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും? പിടിച്ച് മിറ്റത്തോട്ടിറക്കി വെച്ച് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പം മിസ്രയീമിന്റെ ഒരു രഥം ഇങ്ങോട്ട് വരുന്നു. ആ മിസ്രയീമിലെ കുതിരകളെ അമിച്ചു കെട്ടിയ ഒരു രഥം. ആ രഥത്തിന്റെ മുകളിൽ ഒരു കൊടി, മിസ്രയീമിന്റെ കൊടി പാറി പറക്കുക. ആ യോസേപ്പ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം ഉണ്ടായി. ഞാൻ ആ ഭാഗം അങ്ങിടുക. ചത്തുപോയെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം പറയിച്ചു, ഇവൻ ജീവിച്ചിരിക്കുന്നു. നിന്നെ കയ്പിച്ചവരെ കൊണ്ട് തന്നെ ദൈവം നിന്നെ മധുരിപ്പിക്കും. നിന്നെ വേദനിപ്പിച്ചവരെ കൊണ്ട് തന്നെ ദൈവം നിന്നെ മധുരിപ്പിക്കും. നീ ചത്തുപോയി, ഇനി എഴുന്നേൽക്കത്തില്ല, തകർന്നു പോയി, നശിച്ചു, മുടിഞ്ഞു, ഇനി പേരില്ല, അവനൊരു ദുർവ്യാധി പിടിച്ചിരിക്കുന്നു എന്നൊക്കെയാണല്ലോ എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം തിരിച്ചു പറയിപ്പിച്ചു. നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ആര് കയ്പിച്ചോ അവരിൽ കൂടി ദൈവം നിന്നെ മധുരിപ്പിക്കും. നിന്നെ ആര് ഉപദ്രവിച്ചോ അവരിൽ കൂടി ദൈവം നിന്നെ മധുരിപ്പിക്കും. ഞാന് ലൈവില് പറഞ്ഞാൽ അത് മോശമാണ്, അതുകൊണ്ട് പറയുന്നില്ല. ഇങ്ങോട്ട് വെച്ചു, ഇനി ഇങ്ങോട്ട് വെച്ചു. സ്തോത്രം. നമ്മുടെ ആയുധം പ്രാർത്ഥനയാ. മറുപടി പറയാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഉടക്കുണ്ടാക്കാൻ പോകരുത്, കേസിന് പോകരുത്, കോടതി പോകരുത്, ഒന്നിനും പോകരുത്. ആരെ അറിയിക്കുകയും വേണ്ട. ആരുമില്ലാത്തവൻ മുഴങ്കാലിൽ അങ്ങോട്ട് ഇരിക്കണം. ഇരുന്നേച്ച് നിന്റെ വിഷയം വ്യവഹാരം ദൈവത്തോട് പറയണം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുക, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധത്തിൽ ദൈവം ഇറങ്ങി, നക്ഷത്രങ്ങൾ പൊരുതി, അവ സീസരയുമായി സ്വഗതികൾ പൊരുതി. അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു. പുരാതന നദിയാൻ കീശോൻ തൊണ്ടവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേ നീ ബലത്തോടെ നടന്നുകൊള്ളുക. വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. നക്ഷത്രങ്ങൾ പൊരുതി, അവ താനാക്കിൽ വെച്ച് മെഗിദ്ധോ വെള്ളത്തിൻ്റെ പൊരുതി. വെള്ളിയങ്ങൾക്ക് കൊള്ളയായി കനാന്യ പ്രഭുക്കന്മാർ നിന്ന് പൊരുതി. ഇതിന് നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി. നിനക്ക് വേണ്ടി ഇറങ്ങുമെന്നൊരു ദൈവമുണ്ട്. നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നും കുന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മധുരിപ്പിക്കും.
ഹല്ലേലൂയ. ചേട്ടന്മാരെല്ലാം കൂടെ കൂടി കഴിപ്പിച്ചു, ചേട്ടന്മാര് തന്നെ മതിരിപ്പിച്ചു. ഇപ്പൊ എല്ലാം ഓച്ചാനിച്ച് നിൽക്കുക. ജോസഫ് പറഞ്ഞ് പേടിക്കുമെന്നും വേണേ, ഞാനൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഇവന്മാർക്ക് വെപ്രാളം എങ്ങാനും. ജോസഫ് പറഞ്ഞ് പേടി, ചേട്ടായി പേടിക്കുമെന്നും പണ്ടെന്ന് ചേട്ടായിക്ക് മുന്നേ ദൈവം എന്നെ അങ്ങോട്ട് വിട്ടതാണ്. എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവരക്ഷ വരുത്താൻ എന്നെ അങ്ങോട്ട്. നമ്മുടെ മനസ്സ് ഇതായിരിക്കണം കേട്ടോ. അതുണ്ട്. അല്ല ചേട്ടാ, നീയൊക്കെ എൻ്റെ അടുക്ക വന്നടാ നിന്നെ ഞാൻ അല്ലല്ല. നമ്മുടെ മനസ്സ് നല്ലതായിരിക്കണം. അവരങ്ങനെ അനുദപിച്ച് വരുമ്പോൾ അവരെ ചേർത്തണക്കണം. എന്നാലും നീ വൈരാഗ്യത്തോട് ഇടപെടരുത്. അത് ദൈവം നോക്കും. അതൊക്കെ. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, എനിക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല. ഓരോരുത്തരും അത് ഞാൻ പരമാർത്ഥമായിട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ബുദ്ധിമുട്ടാണ്. ഈ കന്നത്തിട്ട് തുപ്പിയാ ഞാനത് തൂത്തേച്ച് ഇവിടവും കൂടെ കാണിച്ചു തരാം. അവിടെയും തുപ്പ്, രണ്ടോ തൂത്തേച്ച് ഞാൻ തുപ്പുന്നവനെ ഉമ്മയും വെക്കാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ പറ്റുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ കഴിവല്ല, ദൈവകൃപയാ. ഇതിനായി കൃപയെന്ന് പറയുന്നേ. അല്ലാതെ ഇന്ന് രാത്രി ചില വിടുതലുകൾ കാണുന്നു, നീ 3 നില വീട്, അതൊന്നും അല്ല കൃപ. അമ്മാമ ജംബോ ജെറ്റെ കയറി പറക്കുന്നതായിട്ട്, പിന്നെ നിന്നെക്കാളും കൂടുതൽ തള്ള പറക്കുന്നുണ്ട്. അത് തന്നെ. ഉറക്കൊന്നും പറയണത്, തല്ലുകൊണ്ട് ഊപ്പാട് വരും. ഞാൻ അതിന്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. നിനക്ക് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? അതാ കൃപ. അനുദപിച്ച് മടങ്ങി വരുന്നവരെ ചേർക്കാൻ മനസ്സുണ്ടോ? അതാ കൃപ. അവരോട് വൈരാഗ്യപ്പെടാതിരിക്കാൻ മനസ്സുണ്ടോ? അതാ കൃപ. സ്തോത്രം. അതാ കൃപ. അല്ലാതെ സ്റ്റേജാ കയറി തകർക്കുന്നതും പ്രവചനമെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞ് പോവാൻ തൃശ്ശൂരിൽ ഭൂകമ്പം ഉണ്ടാകുന്നു, അതാണോ കൃപ? എവിടെല്ലാം ഭൂകമ്പം ഉണ്ടാകും? കർത്താവ് അതല്ലേ പഠിപ്പിച്ചത്? 7-70 വട്ടം. അതാ നമ്മുടെ മാതൃക. അതാ കൃപ. നിന്നെ ആക്ഷേപിച്ച് പരിഹസിച്ച് ഉപദ്രവിച്ചവരെ കാണുമ്പോ കൈ കൊടുക്കാനും സംസാരിക്കാനും സഹകരിക്കാനും മനസ്സ് വരുന്നുണ്ട്. അതാ കൃപ. തന്നെ ശകാരിച്ച് ആരെ യേശു പകരം ശകാരിച്ചില്ലല്ലോ, അതാ കൃപ. കഷ്ടപ്പെടുത്തി ആരെ യേശു ഭീഷണിപ്പെടുത്തിയില്ലല്ലോ, അതാ കൃപ. അതാ നമ്മൾ പ്രാപിക്കണ്ടേ. സ്തോത്രം. അല്ലാതെ പ്രകാശവർഷത്തിന്റെ ദൈർഘ്യം, ചന്ദ്രന് സൂര്യന് പോകാൻ ഇത്ര അടി ഉയരം, ഇത്ര ദൈർഘ്യം, അതൊക്കെ നല്ലതാ. അതൊന്നും കൃപയല്ല. അതൊക്കെ സയൻസും പുസ്തകമൊക്കെ വായിച്ചു പഠിച്ച ഇല്ലേ? ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും താരതമ്യ പഠനം എന്തും വേണ്ട പുസ്തകം ഉണ്ട്, അതെല്ലാം കൂടെ ഓർമ്മയുണ്ട്, അല്ലെ നോട്ട് കുറിച്ച് വെച്ച അത് കൃപയല്ലല്ലോ. നമ്മളെയൊക്കെ നന്നായിട്ട് സുകുമാർ അഴീക്കോട് നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നല്ലോ വേറെ ദിവസത്തിൽ നിന്ന്. പണ്ട് PIP ഒരു യോഗത്തിന് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ, പിള്ളേരി എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ബൈബിളിൽ നിന്ന് പ്രസംഗിക്കാവോ സാറേ എന്ന്. ഉള്ളി ചോദിച്ചു, ഏത് പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കണമെന്ന്. ആ പിള്ളേര് നല്ല ഈ യുക്തിക്ക് മറപ്പ്. പിള്ളേർ പറഞ്ഞു, സാറേ ഉത്തമഗീതത്തിൽ നിന്ന് പ്രസംഗിക്കാവോ എന്ന്. പുള്ളി പറഞ്ഞു, ഉത്തമഗീതത്തിൽ നിന്ന്. പുള്ളി 2 മണിക്കൂർ ഉത്തമഗീതത്തിൽ നിന്ന്. ഇടയ്ക്ക് പാട്ടുമില്ല, സ്തോത്രവും ഇല്ല, പ്രസരോടും ഇല്ല, ഹാലേലിയും ഇല്ല, വർഷിപ്പും ഇല്ല, ശാന്തമായിട്ട് നിന്ന് 2 മണിക്കൂർ. നമ്മൾ 2 മണിക്കൂർ പ്രസംഗിക്കുന്നതിന് ഒരു 30 പാട്ട്, അതിനിടയ്ക്ക് ഒരു ആരാധന, പിന്നെ ബഹളം, അലപ്പറ, ഇതെല്ലാം ബഹളം ഉണ്ടാക്കിയ ഈ 2 മണിക്കൂർ നമ്മളൊന്ന്. ചിലർ അന്നേ പ്രസംഗിച്ചു ഇങ്ങനെ പെണ്ണുങ്ങളെ നോക്കുന്നു, ഹാലേലൂയ. അപ്പൊ ഈ നോട്ടം ഇപ്പം കണ്ട് നമ്മുടെ പാവം സഹോദരിമാർ അവർ ഒപ്പോ. കാരണം പെണ്ണുങ്ങൾക്ക് മെപ്പറാണ് ജാസം നിലച്ചാന്നോ വിലക്കം വന്നതാന്നോ പുള്ളി ഒന്നും മിണ്ടുന്നുമില്ല. അത് കണ്ട് യുവതങ്ങള് ഉണ്ടെ പിന്നെ ആരാധനയല്ലേ, പുള്ളി മിടുക്കനുമായി ചുമ്മാ നോക്കുന്നതേ ഉള്ളു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ?
ഹല്ലേലൂയ. ഒരാള് ഹല്ലേലൂയ പറഞ്ഞാൽ മതി, അടുത്തിരുന്നാളും ഇതെന്തിനാന്ന് പോലും. ഞങ്ങളുടെ നാട്ടിലുണ്ട് താറാവിനെ ആദ്യത്തെ താറാവ് വെള്ളത്തിൽ ചാടി, പുറകെ വരുന്നതെല്ലാം നമ്മൾ നീ എന്തിനാ ചാടിയത്? അത് കുറിയാക്കോ ചാടിയോണ്ട് ഞാൻ ചാടി. നീ എന്തിനാ? അത് തങ്കച്ചൻ ചാടിയോണ്ട് ഞാൻ. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ അവനോട് ചോദിച്ചെങ്കിലേ പിടികിട്ടുള്ളൂ എന്തിനാടാ ചാടിയെന്ന്. ഈ ചാടുന്നതൊന്നും അറിഞ്ഞോണ്ടല്ല. ഇതാ നടക്കുന്ന പരിപാടി. ഇതാ ദൈവകൃപ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ മനസ്സുണ്ടോ? അതാ കൃപ. നിനക്ക് കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കാൻ മനസ്സുണ്ടോ? അതാ കൃപ. പരമാർത്ഥമായിട്ടത് പൊറുക്കാൻ മനസ്സുണ്ടോ? അതാ കൃപ. നിന്നെ ഉപദ്രവിച്ചവരെ വീണ്ടും ചേർത്തണയ്ക്കാൻ മനസ്സുണ്ടോ? അതാ കൃപ. അതാ യേശു കാണിച്ചത്. ശത്രുക്കളും പാപികളും ദോഷികളുമായിരുന്ന എന്നെയും നിങ്ങളെ അവിടുന്ന് സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തന്നെ ശകാരിച്ച് ആരെ യേശു പകരം ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ട് ആരെ ഭീഷണിപ്പെടുത്തിയില്ല. എടാ, പിടിക്കാൻ വന്നവനെ യേശുവിനെ രാത്രി പിടിക്കാൻ വന്നപ്പം ശിഷ്യന്മാർക്ക് സങ്കടവും വൈരാഗ്യവും കൂടെ വാളെടുത്ത് ഒറ്റ വെട്ട് അവന്റെ എന്നാ നിനക്ക് അങ്ങനെ വരണം, അവിടെ നിൽക്കടാ എന്നല്ല യേശു പറഞ്ഞത്. അന്നേരം വാളറയിലിടാൻ പറഞ്ഞു. എന്തുവാടെ കാണിക്കും വാളറയില്? യേശു ആ ചെവി എടുത്ത് അവന്റെ വേദന അന്നേരം മാറ്റി. ഈ വേദന മാറ്റിക്കൊടുത്ത് ഇവൻ ശത്രുവാ, അല്ല ഉപ്പാപ്പന്റെ മോനൊന്നും അല്ല, ശത്രുവാ. പിടിക്കാൻ വന്നവനാ, ഉപദ്രവിക്കാൻ വന്നവനാ. യേശുവിന്റെ അനുഭവം നോക്കിക്കേ. ആ തോട്ടത്തിൽ വെച്ച് വിയർപ്പ് രക്തത്തുള്ളിയായി. ഇങ്ങനൊരു പദമുണ്ട്, പ്രാണവേദന. യേശു പ്രാണവേദനപ്പെട്ട് നിൽക്കുക. അവിടുന്ന് പ്രാണവേദനപ്പെട്ട് നിൽക്കുമ്പോഴും മറ്റൊരുത്തന്റെ വേദനയ്ക്ക് ശമനം വരുത്തി യേശു. ആ ശമനം വരുത്തിയവൻ അനുകൂലിക്കുന്നവനല്ല, എതിരാ. നമുക്ക് ഈ മനസ്സുണ്ടോ? ആ മനസ്സുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ആ ദൈവ പൈതൽ, നീ ആ യഥാർത്ഥ ദൈവ പൈതൽ, നീ ആ ദൈവ പുരുഷൻ, നീ ആ ദൈവ ഭക്ത. ചിലപ്പോൾ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ പറയും സ്തോത്രം അവനോട് മിണ്ടരുത്, അവനെ കണ്ടാൽ സഹകരിക്കരുത്. ഭാര്യ ചിലപ്പം പറയും നിങ്ങൾ എത്ര വന്നാലും പഠിക്കുകയില്ല, നിങ്ങൾ പിന്നെ അവനെ കണ്ടപ്പം അവന്റെ കാത് മുറുകൂട്ടാൻ നിൽക്കുക. നിങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ പിള്ളേരുമായിട്ട് എൻ്റെ വീട്ടിൽ നമ്മൾ വെട്ടിനകത്തായി അറിഞ്ഞ ചക്കിയായി മിക്കത് വിരിക്കുന്നത്. ഇപ്പൊ ഒന്നും അറിയാൻ മേലാത്ത പോലെ ഇരിക്കുക. നമ്മുടെ മാർഗം അതല്ല. ശത്രുവിന് വിശക്കുന്നൊക്കെ തിന്നാൻ കൊടുക്കണം. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക നടന്നോണം. ഉടുപ്പ് ചോദിക്കുന്നവന് പുലപ്പും കൊടുക്കണം. 7-70 വട്ടം ക്ഷമിക്കണം. മറ്റുള്ളവന്റെ വേദനയ്ക്ക് ശമനം വരുത്തണം. അത് ശത്രുവാണെങ്കിൽ അവന്റെ വേദനയ്ക്ക് ശമനം വരുത്തണം. അതാ ദൈവകൃപ. ആട്ടെ, 1:10 മതി. നമുക്ക് ഗുണമാകാനാണെങ്കിലും ബലപ്പെടാനാണെങ്കിലും ആവശ്യമുള്ളത് കിട്ടിയില്ലേ? പറ, അത് മതി, അത് മതി. പക്ഷേ പോയിന്റ് മുഴുവൻ പറയാതെ എനിക്ക് ശരിയാകുകയില്ലെന്ന് അങ്ങനെ ഒന്നുമില്ലല്ലോ. അത് മതി, ഇത് മതി. ഗുണമാകാനാണെങ്കിൽ ഇത് മതിയല്ലോ. അങ്ങ് ചെല്ലാനാണെങ്കിലും ഇതൊക്കെ മതി. നന്നാകാനും ഇത് മതി. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കും. യേശുവിന്റെ മനസ്സ്, യേശുവിന്റെ ദിവ്യ സ്വഭാവം, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ, ഒരു നല്ല മനസ്സുള്ളവരായി ജീവിക്കുവാൻ നിരാശപ്പെട്ടു പോകരുത്. ഈ ശോധനയും ഈ കയ്പ് വന്നത് നിന്നെ തകർക്കാനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ആ പഴയ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാറായലിമിൽ പാറയിൻ വെള്ളം മാറാത്തോനേകും മാധുര്യമല്ല. മാറായലിമിൽ പാറയിൻ വെള്ളം മാറാത്തനേകം യോർദാന്റെ തീരമെന്ന ശ്വാസം
കരുണാനിധിയേ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. ആമേൻ. നീ മാത്രമാണ് എനിക്കാധാരം. കൃപയഗണ കൃപാനിധിയേ 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 കൃപയഗണ കൃപാ ഗോറി കൃപാനിധിയേ കൃപാനിധിയേ മുൻപേ പോയാൽ പിൻപേ ഗണിപ്പാൻ നീ മാത്രമാണ് എനിക്കാധാരം. ആമേൻ. നീ മാത്രമാണ് എനിക്കാധാരം. ആമേൻ. കരുണാനിധിയേ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. ആമേൻ. നീ മാത്രമാണ് എനിക്കാധാരം. കരമുയർത്തി ഹല്ലേലൂയ പാടാം.